ഹലോ ഫ്രണ്ട്സ്, നമ്മളിപ്പോൾ ഉള്ളത് വിഴിഞ്ഞം ഇന്റർനാഷണൽ സീപോർട്ടും NH-66 തമ്മിൽ ലിങ്ക് ചെയ്യുന്ന ലിങ്ക് റോഡിന്റെ എൻഡ് പോർഷനായ NH-66 അണ്ടർപാസിലൂടെയാണ് നമ്മളിപ്പോൾ കടന്നു പോകുന്നത്. ഈ അണ്ടർപാസിലൂടെയാണ് വരും ദിനങ്ങളിൽ പോർട്ടിൽ നിന്നും കണ്ടെയ്നറുമായിട്ട് NH-66 പ്രവേശിക്കുന്നത്. നമുക്ക് മുന്നിൽ ലിങ്ക് റോഡിന്റെ അപ്ഡേഷൻ കാണാൻ സാധിക്കും. നമുക്ക് പോകാം ഡീറ്റെയിൽ വർക്ക് അപ്ഡേഷനിലേക്ക്. ഫ്രണ്ട്സ്, തൊട്ടു മുന്നേ നമ്മൾ കണ്ടത് നമ്മൾ നിന്ന ബ്രിഡ്ജിന്റെ അണ്ടർപാസിലുള്ള വ്യൂ ആണെങ്കിൽ ഇപ്പോൾ ബ്രിഡ്ജിന്റെ മുകളിൽ നിന്നുള്ള ലിങ്ക് റോഡിന്റെ ഡീറ്റെയിൽ ആണ് നമ്മൾ നോക്കാൻ പോകുന്നത്. അതോടൊപ്പം തന്നെ NH-66 സൈഡിലൂടെയുള്ള ബൈ റോഡ് നമുക്ക് വളരെ വ്യക്തമായിട്ട് കാണാൻ സാധിക്കുന്നതാണ്. ഇന്ന് നമ്മൾ ബൈ റോഡിന്റെ ഡീറ്റെയിൽ ആയിട്ട് നോക്കുമ്പോൾ സൈഡിലേക്ക് പുതിയൊരു വർക്ക് സ്റ്റാർട്ട് ചെയ്തതായിട്ട് നമുക്ക് കാണാൻ സാധിക്കും. ഒറ്റ നോട്ടത്തിൽ നമുക്ക് കാണാൻ സാധിക്കും. ഏകദേശം 3 ആഴ്ചയായിട്ടുണ്ട് ഡീറ്റെയിൽ ആയിട്ട് നമ്മുടെ NH-66 വിഴിഞ്ഞം പോർട്ടും തമ്മിൽ ലിങ്ക് ചെയ്യുന്ന ലിങ്ക് റോഡിന്റെ അപ്ഡേഷൻ ഷൂട്ട് ചെയ്തിട്ടുള്ളത്. അതുകൊണ്ട് ഓരോ വർക്കും ഡീറ്റെയിൽ ആയിട്ട് 1 by 1 നമ്മൾ വീഡിയോ ഷൂട്ട് ചെയ്യുന്നതായിരിക്കും. ആരും സ്കിപ്പ് ചെയ്ത് പോരുത്. ഇപ്പോൾ നമുക്ക് ബ്രിഡ്ജിൽ മുകളിൽ നിന്ന് നോക്കുമ്പോൾ കാണുന്ന കാഴ്ചയാണ്. അതായത് NH-66 ബ്രിഡ്ജിൽ നിന്ന് നോക്കുമ്പോൾ ഈ ബ്രിഡ്ജ് മുതൽ വിഴിഞ്ഞം ഇന്റർനാഷണൽ സീപോർട്ട് വരെ 1700 മീറ്ററാണ് നമ്മുടെ മുന്നിൽ കാണുന്ന ലിങ്ക് റോഡിന്റെ ടോട്ടൽ ലെന്ത്. നമ്മുടെ ബ്രിഡ്ജിൽ നിന്ന് നോക്കുമ്പോൾ ആദ്യ ബ്രിഡ്ജ്, അതായത് 1700 മീറ്റർ നീളമുള്ള ലിങ്ക് റോഡിൽ 2 ബ്രിഡ്ജാണുള്ളത്. ഈ 2 ബ്രിഡ്ജും ഏകദേശം 50 മുതൽ 100 മീറ്ററിനകത്താണ് ലെന്ത് വരിക. അതിൽ ആദ്യ ബ്രിഡ്ജാണ് നമ്മുടെ മുന്നിൽ ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. വളരെ ദൂരെയായിട്ട് നമുക്ക് രണ്ടാമത്തെ ബ്രിഡ്ജും കാണാനായി സാധിക്കും. കാരണം ഇപ്പോൾ റോഡ് അല്ലെങ്കിൽ ഈ ലിങ്ക് റോഡ് ഇപ്പോൾ കുറച്ച് ഹൈറ്റ് കൂടിയിരിക്കുന്നു. നമുക്ക് എല്ലാവർക്കും അറിയാം, വർക്കെല്ലാം വളരെ ഫാസ്റ്റായിട്ടാണ് ഇതുവരെ നടന്നുകൊണ്ടിരിക്കുന്നത്. ഒരിടത്തും ഒരു ലാഗ് ഉണ്ടെന്ന് നമുക്ക് തോന്നില്ല. നമ്മൾ ഓരോ വർക്ക് അപ്ഡേഷൻ എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് എത്ര മാസം കൊണ്ടാണ് അല്ലെങ്കിൽ എത്ര ആഴ്ചകൾ കൊണ്ടാണ് ഇതുവരെ വർക്ക് കംപ്ലീറ്റ് ചെയ്തതെന്ന് വളരെ വ്യക്തമായിട്ട് പ്രീവിയസ് വീഡിയോ ഒന്നും കണ്ട് മനസ്സിലാക്കാനായി സാധിക്കും. ഇപ്പോൾ നമുക്ക് കാണാൻ സാധിക്കുന്നത് ഈ രണ്ടാമത്തെ ബ്രിഡ്ജ്, അതായത് നമ്മുടെ പോർട്ടിൽ നിന്ന് വരുമ്പോൾ രണ്ടാമത്തെ ബ്രിഡ്ജും വിഴിഞ്ഞ് നമ്മുടെ NH-66 നോക്കുമ്പോൾ കാണുന്ന ആദ്യ ബ്രിഡ്ജിന്റെ എൻഡ് പോർഷൻ അല്ലെങ്കിൽ ആദ്യ ബ്രിഡ്ജിന്റെ സ്റ്റാർട്ടിംഗ് പോയിന്റ് വരെ ഇന്റർലോക്കിന്റെ വർക്കുകൾ നടക്കുന്നുണ്ടെന്നാണ് നമുക്ക് ഇവിടെ നിന്ന് കണ്ട് മനസ്സിലാക്കാനായി സാധിക്കുന്നത്. നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് അങ്ങോട്ട് പോകാം. എത്രത്തോളമാണ് ഇന്റർലോക്കിന്റെ വർക്ക് കംപ്ലീറ്റ് ചെയ്യുന്നത് അറിയാൻ സാധിക്കില്ല. ഫൈനലായിട്ടാണ് ഇന്റർലോക്കിന്റെ വർക്കുകളെല്ലാം നടക്കുന്നത്. ഇത് വളരെ ദൂരം എന്നുള്ള വിഷ്വൽ തന്നെയാണ്. നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് ഒന്ന് അപ്ഡേഷൻ എടുക്കാം. നമ്മൾ ഈ കണ്ട ബ്രിഡ്ജിന്റെ പല പോർഷനിലും ആ ഇന്റർലോക്കിന്റെ വർക്ക് നടക്കുന്നതോടൊപ്പം ധാരാളം വർക്കിംഗ് സ്റ്റാഫിനെയും കാണാനായി നമുക്ക് സാധിക്കുന്നതാണ്. അതുമാത്രമല്ല, നമുക്ക് ഒറ്റ നോട്ടത്തിൽ കാണാനായി സാധിക്കുന്നത് ഈ പറയുന്ന ക്രാഷ് പാരപ്പറ്റ് നമുക്ക് കാണാൻ സാധിക്കും. ആ വർക്കെല്ലാം കഴിഞ്ഞിരിക്കുന്നു. പലയിടത്തും നമ്മുടെ ഈ പറയുന്ന പെയിന്റിങ്ങിന്റെ വർക്കുകളും ഏകദേശം കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. ഇത് വളരെ ദൂരെയായിട്ട് നമുക്ക് കാണുന്നത് ഈ അമ്പലത്തിന്റെ സൈഡിലുള്ള ബ്രിഡ്ജാണ് നമുക്കിവിടെ കാണാൻ സാധിക്കുന്നത്. അവിടെ നമ്മുടെ ഈ സ്ട്രീറ്റ് ലൈറ്റിന്റെ വർക്കുകളും അവിടെ കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. ആ ഭാഗം വരെ നമുക്ക് ക്ലിയർ ആയിട്ട് നമ്മുടെ ബ്രിഡ്ജിന്റെ ഭാഗത്ത് നിന്നാൽ തീർച്ചയായിട്ടും കണ്ടു മനസ്സിലാക്കാനായി സാധിക്കും. ഇനി നമുക്ക് അറിയേണ്ടത് നമ്മുടെ ഈ ബ്രിഡ്ജ്, അതായത് നമ്മൾ ഈ കാണുന്ന ഫസ്റ്റ് ബ്രിഡ്ജ്, അതായത് നമ്മുടെ ഞാൻ നിൽക്കുന്ന NH-66 എന്ന് കാണുന്ന ഫസ്റ്റ് ബ്രിഡ്ജിന്റെ സൈഡിലായിട്ട് വർക്കുകൾ നടക്കുന്നുണ്ട്. അത് നമുക്ക് ഇവിടെ നിന്നാൽ കണ്ട് മനസ്സിലാക്കാൻ സാധിക്കും. അതോടൊപ്പം നമ്മൾ ഡീറ്റെയിൽ ആയിട്ടായിരിക്കും നമ്മൾ ഉള്ളിലേക്ക് പോകുക. ഉള്ളിലേക്ക് പോയാൽ മാത്രമേ എത്രത്തോളമാണ് വർക്ക് കംപ്ലീറ്റ് ആയി നടന്നുകൊണ്ടിരിക്കുന്നത് അറിയാൻ സാധിക്കുകയുള്ളൂ. അതോടൊപ്പം നമുക്ക് വളരെ ഹൈറ്റുള്ള പ്ലേസ് ആയതിനാൽ നമുക്കൊന്ന് സൂം ചെയ്ത് നോക്കാം. നമുക്കിപ്പോൾ അവിടെ നടക്കുന്ന വർക്ക്, അവിടെ നടക്കുന്നത് ഇപ്പോൾ നമുക്ക് റീറ്റെയിനിങ് വാളിൻ്റെ ഫൗണ്ടേഷനാണ് നടക്കുന്നത്. അത് നമുക്കൊന്ന് സൂം ചെയ്യാം. ഉണ്ടോ, ഇപ്പോൾ നമ്മൾ നേരത്തെ തൊട്ട് മുന്നേ കണ്ട വർക്കുകളെല്ലാം നമ്മുടെ ഈ പറയുന്ന സൈഡിലെല്ലാം പാനലിംഗ് വെച്ചിട്ടാണ് ഹൈറ്റ് കൂട്ടിയിരുന്നെങ്കിൽ ഇപ്പോൾ ആ ഭാഗത്ത് റീറ്റെയിനിങ് വർക്കുകളാണ്, റീറ്റെയിനിങ് വാളുകളാണ് വരുന്നത്. ആ റീറ്റെയിനിങ് വാളിൻ്റെ ഫൗണ്ടേഷനാണ് നടക്കുന്നത് എന്നാണ് അറിയാൻ സാധിക്കുന്നത്. അതിനു വേണ്ടിയാണ് ആ 2 വലിയ ഫൗണ്ടേഷൻ പില്ലേഴ്സിന് പറ്റുന്ന രീതിയിലുള്ള കുഴികൾ എടുത്തിട്ടുള്ളത്. പലരും നമ്മുടെ ഈ പറയുന്ന NH-66 ഫ്രണ്ടിൽ നോക്കിയിട്ട് പറയുണ്ടായിരുന്നു 2 വലിയ കുഴികൾ മാത്രമുണ്ട്, ആരെയും കാണാനില്ല, ഇതെന്താണ് അവസ്ഥ എന്ന് പലരും ചോദിച്ചതായിട്ട് നമുക്ക് അറിയാൻ സാധിക്കും. നമുക്കിവിടെ നിന്ന് ആ സമയത്ത് വീഡിയോ ഷൂട്ട് ചെയ്യാൻ സാധിച്ചില്ല. പക്ഷേ ഇത് ഫൗണ്ടേഷൻ്റെ വർക്കുകളാണ് ഇവിടെ നടക്കുന്നത്. അല്ലാതെ വർക്കിംഗ് സ്റ്റാഫുകളിലൊക്കെ നമുക്ക് വളരെ വ്യക്തമായിട്ട് കാണാൻ സാധിക്കും. വർക്കെല്ലാം വളരെ ഫാസ്റ്റായിട്ടാണ് നടന്നു പോകുന്നത് എന്ന് ഈ ബ്രിഡ്ജിൽ നിന്ന് നമുക്ക് കാണാൻ സാധിക്കുന്നതാണ്. നമുക്കിനി സൂം ഔട്ട് ചെയ്തതിന് ശേഷം നമുക്ക് ഓരോ വർക്കും
നമുക്ക് അടുത്ത് പോയിട്ട് തന്നെ നമുക്ക് മനസ്സിലാക്കാനായി സാധിക്കും. അതിനുവേണ്ടി നമുക്ക് ഈ കാണുന്ന ഈ ഒരു ഫൗണ്ടേഷൻ്റെ തൊട്ടടുത്തേക്ക് പോകും. ഇവിടെ പോകുമ്പോൾ ധാരാളം നമ്മുടെ ഈ നാച്ചുറൽ സാൻഡ്, നമുക്ക് എപ്പോഴും പറയുന്നത് പോലെ ട്രഡ്ജ് ചെയ്ത മണൽ ലോറിയിൽ കൊണ്ടുവന്നിട്ടുണ്ട്. ആ ലോറി നമുക്കിവിടെ കാണാൻ സാധിക്കും. ധാരാളമാണ് ഇവിടെ ഡംപ് ചെയ്തിട്ടുള്ളത്. ട്രഡ്ജ് ചെയ്ത മണൽ ഉപയോഗിച്ചാണ് നമ്മൾ തൊട്ട് മുന്നേ കണ്ട വർക്കുകളെല്ലാം കംപ്ലീറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ട്രഡ്ജിങ്ങും നമുക്ക് പോർട്ടിൻ്റെ സൈഡിലേക്ക് പോകുമ്പോൾ കണ്ടു മനസ്സിലാക്കാനായി സാധിക്കും. ഇനി നമുക്ക് ഈ പോർട്ടല്ല, നമ്മുടെ ഈ ലിങ്ക് റോഡിൻ്റെ സൈഡിൽ നമ്മൾ പലപ്പോഴായിട്ട് പറയുന്ന പോലെ, പലപ്പോഴല്ല തൊട്ട് മുന്നേ നമ്മൾ ബ്രിഡ്ജിൻ്റെ മുകളിൽ നിന്ന് കണ്ട ഈ പറയുന്ന ഈ ബൈ റോഡുണ്ട്. ഈ ബൈ റോഡിൻ്റെ സൈഡിൽ നിന്ന് കാണാൻ സാധിക്കും ധാരാളം മരങ്ങളൊക്കെ ഇവിടെ നിന്ന് പൂർണ്ണമായിട്ട് മുറിച്ചു മാറ്റി. ആദ്യമായിട്ട് കാണുന്ന ഇപ്പോൾ ഞാനും നിങ്ങളുമാവട്ടെ, ആദ്യമായിട്ട് കാണുമ്പോൾ ഇവിടെയുള്ള മരങ്ങളെല്ലാം വെട്ടി മാറ്റിയിരിക്കുന്നു. ഇവിടെ എന്തോ വർക്ക് നടക്കുന്നുണ്ട് എന്നാണ് അറിയാൻ സാധിക്കുന്നത്. അതായത് നമ്മൾ ഈ കാണുന്ന ബൈ റോഡിൻ്റെ സൈഡിലായിട്ട് ഇപ്പോൾ ഒരു കണ്ടെയ്നർ ലോറിയും ഇതുവഴിയായിരിക്കും കടന്നു പോകുന്നത്. അതിനു വേണ്ടി തന്നെ നമുക്ക് അഡീഷണൽ ആയിട്ടൊരു ബൈ റോഡ് വരുന്നുണ്ട്. അതായത് കണ്ടെയ്നർ കടന്നു പോകുന്ന ഭാഗത്ത് ബൈ റോഡ്, നിലവിൽ കണ്ടെയ്നർ റോഡുമുണ്ട്, ബൈ റോഡുമുണ്ട്. അങ്ങനെ 2 റോഡ് വരുന്നത് കൊണ്ടാണ് ഈ വർക്ക് നടക്കുന്നതെന്ന് അറിയാൻ സാധിക്കുന്നത്. മനസ്സിലായോ? അതായത് നമ്മുടെ പോർട്ടിൽ നിന്ന് വരുന്ന കണ്ടെയ്നർ നമുക്ക് കഴക്കൂട്ടം ഭാഗത്തേക്ക് പോകുന്നതിന് വേണ്ടി ഈ റോഡ് വഴിയാണ് പോകുന്നത്. അതായത് ബ്രിഡ്ജിന്റെ മുന്നിലൂടെയുള്ള റോഡ് അല്ലെങ്കിൽ ബ്രിഡ്ജിന്റെ സൈഡിലൂടെയുള്ള റോഡിലൂടെയാണ് പോകുന്നത്. അതിനു വേണ്ടി കണ്ടെയ്നർ റോഡാക്കി മാറ്റി ഇവിടെ. അതിനോടൊപ്പം തന്നെ സാധാരണക്കാർക്ക് പോകാൻ വേണ്ടിയുള്ള ബൈ റോഡ് ഓൾറെഡി ഇവിടെ ഉണ്ട്, അഡീഷണൽ ആയിട്ടൊരു ബൈ റോഡ് ഉണ്ട്. അപ്പോൾ 2 റോഡ് ഇവിടെ വരും എന്നാണ് അറിയാൻ സാധിക്കുന്നത്. ഇത് അറിയാൻ സാധിച്ചതാണ്. ഇന്ന് നമുക്ക് പൂർണ്ണമായിട്ടും ഡീറ്റെയിൽ വർക്ക് അപ്ഡേഷൻ എടുക്കുമ്പോൾ എന്താണ് ഇവിടെ സംഭവിക്കുന്നത് നമ്മളെ വീഡിയോ തന്നെ കണ്ട് മനസ്സിലാക്കാനായി സാധിക്കും. വീഡിയോ വെച്ചിട്ടാണ് നമ്മൾ എപ്പോഴും പല പ്രസ്താവനകളും നടത്തുന്നത്, കണ്ട് മനസ്സിലാക്കാൻ സാധിക്കുന്ന കാര്യമാണ്. അപ്പോൾ നമ്മുടെ പോർട്ടിൽ നിന്ന് വരുന്ന കണ്ടെയ്നർ ലോറി നമ്മുടെ കഴക്കൂട്ടം ഭാഗത്തേക്ക്, ട്രിവാൻഡ്രം ഭാഗത്തേക്ക് പോകുന്നെങ്കിൽ ഇവിടെ നമ്മൾ ഈ നമ്മുടെ മുന്നിൽ കാണുന്ന റോഡിലൂടെയാണ് മുകളിലേക്ക് പോകുന്നത്. ഇനി നമ്മൾ നേരെ കാണുന്ന റോഡ് നമുക്ക് കാണാൻ അത് തമിഴ്നാട്ടിൽ നിന്ന് വരുന്ന, അല്ലെങ്കിൽ കാരോട്, ഇപ്പോൾ തമിഴ്നാടുമായിട്ട് ലിങ്ക് ചെയ്തിട്ടില്ല, ആ വർക്കുകൾ നടക്കുന്നുണ്ട്. കാരോട് ഭാഗത്തും അല്ലെങ്കിൽ തമിഴ്നാട് ഭാഗത്തു നിന്നും പോർട്ടിലേക്ക് വരുന്ന കണ്ടെയ്നർ ലോറികൾ ഇതുവഴിയാണ് നമ്മൾ ലിങ്ക് റോഡിലേക്ക് പ്രവേശിക്കുന്നത്. ഇപ്പോൾ നമുക്ക് കണ്ട് മനസ്സിലാക്കാനായി ഇപ്പോൾ 2 റോഡായി. അതായത് തമിഴ്നാട്ടിൽ നിന്ന് വരുന്ന ലോറി ട്രിവാൻഡ്രത്തേക്ക് പോകുന്നതിന് പോർട്ട് വഴി കയറി പോകുന്നതിനുള്ള വശമാണത്. നേരെ വന്നു നമ്മുടെ പോർട്ടിലകത്തോട്ട് കയറി തിരിച്ച് നമുക്ക് ഈ പറയുന്ന കഴക്കൂട്ടം ഭാഗത്തേക്ക് പോകാൻ സാധിക്കും. അപ്പോൾ നമുക്ക് ഈ പറയുന്ന NH66 ഒരു റോഡ്, ഈ 2ാമത്തെ റോഡിലേക്കാണ് നമ്മൾ ഈ കാണുന്ന അണ്ടർപാസ് വഴി പോകുന്നത്. ഇനി നമുക്ക് ഇവിടെയും പോയി നോക്കാം. ഇത് കുറച്ച് മുന്നോട്ട് പോയി കഴിഞ്ഞാൽ ഇതാ നമുക്ക് ലിങ്ക് റോഡ് കാണാൻ സാധിക്കും. കുറച്ച് മുന്നോട്ട് പോയി കഴിഞ്ഞാൽ നമുക്ക് ഈ റോഡും, അതുപോലെ തന്നെ നമുക്ക് ഈ പറയുന്ന തമിഴ്നാട്ടിൽ നിന്ന് വരുന്ന ലോറികൾ വരുന്നതിന് ഇപ്പോൾ നിലവിൽ ഒരു ബൈ റോഡ് കാണാൻ സാധിക്കും. അഡീഷണൽ ആയിട്ട് തന്നെ ആ ലിങ്ക് ചെയ്യുന്ന ഭാഗത്ത്, അതായത് NH66 ലിങ്ക് ചെയ്യുന്ന ഭാഗത്ത് ഒരു കണ്ടെയ്നർ റോഡ് എന്ന് പറയുന്ന രീതിയിൽ റോഡും കൂടി വരും എന്നാണ് അറിയാൻ സാധിക്കുന്നത്. ആ വർക്കുകളെല്ലാം ഇപ്പോൾ പുരോഗമിക്കുന്നുണ്ട്. ഉടൻ തന്നെ ആ വർക്ക് കംപ്ലീറ്റ് ആവും. കാരണം നമുക്ക് ഓരോ ആഴ്ചയിലും വീഡിയോ അപ്ഡേഷൻ ചെയ്യുമ്പോൾ നമുക്ക് തീർച്ചയായിട്ടും അതെങ്ങനെയാണ് നടക്കുന്നത്, അങ്ങനെ തന്നെയാണോ എന്നൊക്കെ നമുക്ക് അറിയാനായി സാധിക്കും. ഇത് ഞാൻ അറിഞ്ഞ അറിവുകളാണ് പറയുന്നത്. ഇനി നമുക്ക് മുന്നോട്ട് പോകുമ്പോൾ നമുക്കിതാണ് നമ്മുടെ അണ്ടർപാസ്. ഈ അണ്ടർപാസ് നമുക്ക് നേരെ പോകണ്ടോ, ഒരേ സമയം 2 കണ്ടെയ്നർ ലോറിക്ക് ഏകദേശം പോകാനായി സാധിക്കുമെന്ന് തന്നെയാണ് ഞാൻ വിശ്വസിക്കുന്നത്. നമുക്ക് നല്ല വീതിയുള്ള അണ്ടർപാസ് തന്നെയാണ് നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. നല്ല ഹൈറ്റുമുണ്ട്. ചെറിയൊരു അണ്ടർപാസ് അല്ല. നമ്മൾ ഈ വീഡിയോ ഷൂട്ട് ചെയ്യുമ്പോൾ ഒന്നും ചിലപ്പോൾ അങ്ങ് തോന്നുന്നതായിരിക്കും. ഈ അണ്ടർപാസിൻ്റെ ഇരുവശങ്ങളിലായിട്ട് തന്നെ ബൈ റോഡുകളായിട്ട് നമുക്ക് എല്ലാവർക്കും അറിയാം. ഇതാ നമുക്ക് ഇവിടെ നോക്കാം, കണ്ടോ. ഇപ്പോൾ നമുക്ക് ലെഫ്റ്റിലേക്കും റൈറ്റിലേക്കും ബൈ റോഡുകളുണ്ട്. അതായത് നമ്മുടെ തമിഴ്നാട്ടിൽ നിന്ന് വരുന്ന ലോറികൾക്ക് പോർട്ടിലേക്ക് കയറാനും ട്രിവാൻഡ്രത്തേക്ക് പോകുന്ന ലോറികൾ പോകുന്ന അപ്പുറത്തെ സൈഡാണെങ്കിൽ ഈ സൈഡ് നമുക്ക് കാണാൻ സാധിക്കുന്നത്, അതായത് തമിഴ്നാട്ടിലേക്ക് പോകുന്ന ലോറികൾ, അതായത് പോർട്ടിൽ നിന്ന് പോകുന്ന ലോറികൾ ഈ ഭാഗത്തേക്ക് പോകും, കണ്ടോ. ഇങ്ങനെ പോകും. ഇനി ട്രിവാൻഡ്രത്തിൽ നിന്നും പോർട്ടിലേക്ക് വരുന്ന റോഡുകൾ തൊട്ടപ്പുറത്ത്. ഇപ്പോൾ നമ്മൾ ഈ കാണുന്ന റോഡ് നമ്മുടെ അണ്ടർപാസിലൂടെ ഈ ഭാഗത്തൂടെ വളഞ്ഞ് നേരെ NH66 കയറും, കണ്ടോ. ഈ വശത്തൂടെയാണ് കയറി പോകുന്നത്. അപ്പോൾ ഇവിടെയും അഡീഷണൽ ആയിട്ട് റോഡ് വരും. കണ്ടെയ്നർ റോഡ് അല്ലാതെ ഒരു ബൈ റോഡ് കൂടി വരും. അതായത് അഡീഷണൽ ഒരു ബൈ റോഡ് വരും. ഈ റോഡ്, നമ്മൾ ഈ കാണുന്ന ഈ റോഡാവട്ടെ ട്രിവാൻഡ്രം ഭാഗത്തു നിന്നും കണ്ടെയ്നർ ലോറികൾ പോർട്ടിനകത്തോട്ട് പ്രവേശിക്കുന്നതിന് തൊട്ട് മുന്നേ അപ്പുറത്ത് നമ്മൾ കണ്ട റോഡാണെങ്കിൽ പോർട്ടിൽ നിന്ന് ട്രിവാൻഡ്രം ഭാഗത്തേക്ക് പോകുന്നതാണ്, അല്ലെങ്കിൽ കേരളത്തിൻ്റെ പല ഭാഗത്തേക്കും പോകുന്നതാണ്. ഇപ്പോൾ നമ്മൾ തൊട്ട് മുന്നേ കണ്ട റോഡ് നമ്മുടെ ട്രിവാൻഡ്രം ഭാഗത്തേക്ക് പോർട്ടിനകത്തോട്ട് വന്ന് ഈ അണ്ടർപാസ് വഴി നേരെ ലിങ്ക് റോഡിനകത്തോട്ട് പ്രവേശിച്ച് നമ്മുടെ പോർട്ടിലേക്ക് പോകും. ഇതാണ് ഇപ്പോൾ ഇവിടെ നമ്മൾ കണ്ട കാഴ്ച. ഇനി നമുക്ക് വർക്ക് കൂടുതൽ നടക്കുമ്പോഴാണ് കുറച്ചുകൂടി വ്യക്തമായിട്ട് അറിയാൻ സാധിക്കും. ഇപ്പോൾ ഇവിടെയൊന്നും വർക്ക് സ്റ്റാർട്ട് ചെയ്തിട്ടില്ല, പക്ഷേ ഇത് ഞാൻ ചോദിച്ച് മനസ്സിലാക്കിയതാണ്. ഇതെങ്ങനെയാണ് ഈ സ്വാഭാവികമായിട്ട് നമുക്ക് അറിയേണ്ട ഒരു ക്യൂരിയോസിറ്റി നമുക്ക് തീർച്ചയായിട്ടും കാണുമല്ലോ. അതുകൊണ്ട് ചോദിച്ചതാണ് ഇതെങ്ങനെയാണ്
അപ്പോൾ ഇത്രയും അല്ലെങ്കിൽ നമ്മൾ കരുതി എന്താ നിലവിലെ ബൈ റോഡിലൂടെ ആയിരിക്കും ഈ കണ്ടെയ്നർ ലോറി കടന്നു പോകുമ്പോൾ ട്രാഫിക് ബ്ലോക്ക് ഉണ്ടാവില്ലേ എന്നപ്പോൾ സ്വാഭാവികമായിട്ട് നമ്മൾ ചിന്തിക്കും. പക്ഷെ അങ്ങനെയല്ല, ബ്ലോക്ക് ഉണ്ടാവാത്തതിന് കാരണം നമുക്ക് ഇങ്ങനൊരു അഡീഷണൽ റോഡ് കൂടി വരുന്നുണ്ട് എന്നാണ് നമുക്ക് ഇതിൽ നിന്ന് മനസ്സിലാക്കാനേ സാധിക്കും. അങ്ങനെയാണെങ്കിൽ നമുക്ക് ഈ പറയുന്ന എല്ലാവരും പറയും വളരെ വേഗം കംപ്ലീറ്റ് ചെയ്തുകൊണ്ട് ഇനി ഒരു 150 മീറ്റർ കൂടിയേ ഉള്ളൂ. അങ്ങനെയല്ല, 150 മീറ്റർ അല്ല, വരുന്ന ഒരു 1200 മീറ്റർ കൂടി കംപ്ലീറ്റ് ചെയ്യാനുണ്ട്. അതായത് നമ്മുടെ ഇപ്പോൾ ലിങ്ക് റോഡ് നമ്മൾ നേരെ വന്ന് നമ്മൾ അണ്ടർ പാസ് വരെ കംപ്ലീറ്റ് ചെയ്യുന്നതോടൊപ്പം തന്നെ നമുക്ക് ഈ പറയുന്ന NH-ലേക്ക് ഒരു ആക്സസ് വേണമല്ലോ. NH-ലേക്ക് കയറുന്ന ആക്സസ് അവിടെ ആ ഭാഗത്തെല്ലാം നമ്മുടെ സൈഡിലുള്ള ബൈ റോഡിൻ്റെ വർക്കുകൾ കൂടി നടക്കുന്നുണ്ട്. അപ്പോൾ അതുകൂടി ചേർത്തിട്ടാണ് ഏകദേശം ഒരു 1200 മീറ്റർ കൂടി ഇനി വർക്കുകൾ കംപ്ലീറ്റ് ചെയ്യണം. പക്ഷേ സൈഡിലൊരു ബൈ റോഡ് ഉള്ളതിനാൽ ആ ബൈ റോഡിൻ്റെ വർക്കുകൾ വളരെ ഫാസ്റ്റായിട്ട് കംപ്ലീറ്റ് ആയി പോകും എന്നാണ് നമുക്ക് അറിയാനായി സാധിക്കുന്നത്. നമുക്കിനി ഈ പോർഷനിലേക്ക് നമുക്ക് നോക്കാം. കണ്ടോ, ഈ പോർഷനിൽ നമ്മൾ നേരത്തെ തന്നെ വീഡിയോ ഷൂട്ട് ചെയ്തിട്ടുണ്ട് പലപ്പോഴായിട്ട്. അപ്പോഴൊന്നും ഈ പോർഷനിൽ വർക്ക് തുടങ്ങിയിരുന്നില്ല. അതൊരു 2-3 ആഴ്ചകൾക്ക് മുന്നെയാണ്. നമുക്ക് ഇനി ഈ പോർഷനിൽ നമുക്ക് ഒന്നുകൂടി നോക്കാം ഇവിടെ എന്തൊക്കെയാണ് വർക്ക് നടക്കുന്നത്. നമുക്ക് വളരെ ദൂരം നമ്മൾ വീഡിയോ, അതായത് നമ്മൾ ആ ബ്രിഡ്ജിൽ നിന്ന് വീഡിയോ ഷൂട്ട് ചെയ്താണ്. ഇവിടെ നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ ഈ പറയുന്ന റീറ്റെയിനിങ് വാളിൻ്റെ ഫൗണ്ടേഷൻ വർക്കാണ് നടക്കുന്നത്. സൈറ്റ് എഞ്ചിനീയേഴ്സും നമുക്ക് വളരെ വ്യക്തമായിട്ട് കാണാൻ സാധിക്കും. ധാരാളം വർക്കിംഗ് സ്റ്റാഫുകളും ഉണ്ട് കേട്ടോ. നല്ല വെയിലും മഴയുമാണ്. ഓരോ അരമണിക്കൂർ ആകുമ്പോൾ വെയിലും മഴയും. ഇപ്പോൾ ട്രിവാൻഡ്രത്തെ കാലാവസ്ഥയും കേരളത്തിലെ കാലാവസ്ഥ എല്ലാവർക്കും വളരെ വ്യക്തമായിട്ട് അറിയാം. അതുകൊണ്ടാണ് ഇവിടെ വെള്ളക്കെട്ടുകളുള്ളത്. നമുക്ക് തീർച്ചയായിട്ടും മനസ്സിലാവും. ഇനി മഴ ഇല്ലെങ്കിലും ഇത് വയലാണ് ഈ പ്ലേസ് എല്ലാം, അതിനാൽ ധാരാളം വെള്ളക്കെട്ടുണ്ട്. അതെല്ലാം മറികടന്നാണ് നമ്മുടെ ഓരോ വർക്കുകളും, നമ്മുടെ ഈ പറയുന്ന ലിങ്ക് റോഡിൻ്റെ ഓരോ വർക്കുകളും കടന്നു പോകുന്നത്. അതുകൊണ്ടാണ് കുറച്ച് ലാഗ് വരുന്നത്. കാരണം വർക്ക് വളരെ പെർഫെക്റ്റ് ആയിട്ട് ഫിനിഷിങ്ങോടെ തന്നെ നടക്കണം. അല്ലാതെ നമുക്ക് എങ്ങനെയെങ്കിലും ഒരു കണ്ടെയ്നർ റോഡ് നിർമ്മിക്കാനായി സാധിക്കില്ല എന്ന് തന്നെ മനസ്സിലാകും. കാരണം അങ്ങനെ സാധിച്ച റോഡുകളുടെ അവസ്ഥ നമുക്ക് തീർച്ചയായിട്ടും ഈ അടുത്ത കാലങ്ങളിൽ കണ്ട് മനസ്സിലാക്കാം. അതുപോലെയല്ല നമ്മുടെ പോർട്ടും NH-66 തമ്മിൽ കണക്ട് ചെയ്യുന്ന ലിങ്ക് റോഡിൻ്റെ വർക്കുകൾ വളരെ സ്ട്രോങ് ആയിട്ടാണ് വർക്കുകളെല്ലാം ബിൽഡ് ചെയ്യുന്നത്. അതിൻ്റെ ഫൗണ്ടേഷനാണ് നമ്മളിപ്പോൾ കാണാൻ സാധിക്കുന്നത്. ഈ പറയുന്ന റീറ്റെയിനിങ് വാളിൻ്റെ ഏറ്റവും ടോപ്പ് പോർഷൻ ഏകദേശം 50 സെൻറ്റിമീറ്റർ ആണ്, 45 മുതൽ 50 സെൻറ്റിമീറ്റർ ആണ് ഏറ്റവും ടോപ്പ് പോർഷനിൽ വരുന്നത് എന്നാണ് അറിയാൻ സാധിക്കുന്നത്. അതിൻ്റെ ഫൗണ്ടേഷൻ്റെ വർക്കുകളാണ് ഇപ്പോൾ ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്ന ആ വർക്കുകളാണ് കാണുന്നത്. വളരെ ദൂരെ നിന്നാണ് നമ്മൾ നേരത്തെ വീഡിയോ ഷൂട്ട് ചെയ്തെങ്കിൽ തൊട്ടടുത്ത് നിന്ന് തന്നെ നമുക്ക് ഇവിടെ നിന്ന് കാണാനേ സാധിക്കും. മഴയായാലും വെയിലായാലും വർക്കുകളെല്ലാം വർക്കിൻ്റെ മുറയ്ക്ക് വളരെ ഫാസ്റ്റായിട്ട് തന്നെ ഇവിടെ നടന്നു പോയിക്കൊണ്ടിരിക്കുന്നു. ചില സമയങ്ങളിൽ എനിക്ക് തോന്നുന്നു ആരെങ്കിലും ഉച്ചയ്ക്ക് ഈ പറയുന്ന ഫുഡ് കഴിക്കാൻ പോകുന്ന സമയത്തായിരിക്കും അവിടെ നോക്കുമ്പോൾ ഇവിടെ ആരെയും കാണാനില്ല. അപ്പോൾ നോക്കുമ്പോൾ 2 കുഴികൾ മാത്രമേ ഉള്ളൂ. വർക്കൊന്നും ഇവിടെ നടക്കുന്നില്ല എന്ന് പലർക്കും തോന്നുന്നതിന് കാരണം വർക്കിംഗ് സമയത്തൊന്നും ആരും ചിലപ്പോൾ വരാറില്ല. നമ്മൾ ഈ പറയുന്ന ബ്രിഡ്ജിലൂടെ കടന്നു പോകുമ്പോഴാണല്ലോ നമ്മൾ നോക്കുന്നത്. ഇപ്പോൾ ഞാനാണെങ്കിൽ നമ്മൾ ഡീറ്റെയിൽ വർക്ക് അപ്ഡേഷൻ എടുക്കാനാണ് ഇവിടെ വരുന്നത്. അപ്പോൾ നമുക്ക് ഓരോ വർക്കും നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് കാണേണ്ടതുണ്ട്. ഇപ്പോൾ നമ്മൾ തൊട്ട് മുന്നേ കണ്ട 2 പോർഷനിലെ ഫൗണ്ടേഷൻ വർക്ക് നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്നു. ഇനി നമുക്ക് മുന്നോട്ട് പോകാം. മുന്നോട്ട് പോകുമ്പോഴാണ് അവിടെ എത്രത്തോളം വർക്ക് കംപ്ലീറ്റ് ആയിട്ടുണ്ടായിരുന്നു. ആ വർക്ക് അപ്ഡേഷനോട് നമ്മൾ നേരത്തെ തന്നെ എടുത്തുകൊണ്ടിരുന്നത്. ഇവിടെ ഇപ്പോൾ വർക്ക് സ്റ്റാർട്ട് ചെയ്യുകയും ചെയ്തു. ഇതാ നമുക്ക് ഇവിടെ കൊണ്ട് പോയി കഴിഞ്ഞാൽ ഇവിടെയും നമുക്ക് ഒരു അണ്ടർ പാസ് കാണാനായി സാധിക്കും. ഇതിൻ്റെ വർക്കുകൾ നടക്കുന്ന സമയത്തെല്ലാം നമ്മൾ ഓരോ പ്രാവശ്യം വർക്ക് അപ്ഡേഷൻ നൽകിയിട്ടുണ്ടായിരുന്നു. ഇത് അണ്ടർ പാസ് കാണാൻ സാധിക്കും. ഇപ്പോൾ നമുക്ക് ഈ സൈഡിലുള്ള പാനലിലെ വർക്കെല്ലാം പൂർണ്ണമായിട്ടും കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. അതിൻ്റെ ഓരോ ഡീറ്റെയിൽ ആയിട്ട് നോക്കും. അതുമാത്രമല്ല ഇത് നമുക്കിവിടെ കാണാൻ സാധിക്കുന്ന പാനലിംഗ് കണ്ടോ, പാനലിംഗ് അല്ല സോറി, നമ്മുടെ അണ്ടർ പാസ്, ഒരു ചെറിയൊരു അണ്ടർ പാസ് ഇതിൻ്റെ ഈ പറയുന്ന ബ്രിഡ്ജിൻ്റെ അടിയിലായിട്ടുണ്ട്. അതായത് നമ്മുടെ പോർട്ടിൽ നിന്ന് വരുമ്പോൾ 2ാമത്തെ ബ്രിഡ്ജും നമ്മുടെ NH-66 എന്നുള്ള ആദ്യ ബ്രിഡ്ജുമാണ്. ഇത് തമ്മിൽ കണക്ട് ചെയ്യുന്ന ഭാഗത്താണ് ഈ പറയുന്ന ഒരു അണ്ടർ പാസ് വരുന്നത്. ഇത് നമുക്ക് ആ ബ്രിഡ്ജ് ഒന്നുകൂടി നമുക്ക് നോക്കണ്ടോ. ഇത്രയും നീളത്തിനാണ്. ഏകദേശം എനിക്ക് തോന്നുന്നു ഒരു 100 മീറ്റർ വരുമായിരിക്കാം ഈ ബ്രിഡ്ജിൻ്റെ ലെന്ത്. 50 മുതൽ 100 മീറ്റർ വരെ ഇത് നമുക്ക് കാണാൻ സാധിക്കും കേട്ടോ. അത് മാത്രമല്ല അതിൻ്റെ മുകളിൽ നമ്മൾ ഈ പറയുന്ന ക്രാഷ് ഗാർഡും തൊട്ട് മുന്നിൽ ഫിക്സ് ചെയ്തിട്ടുണ്ട്. നമുക്ക് മുന്നിലോട്ട് പോകാം. മുന്നോട്ട് പോയി കഴിഞ്ഞാൽ നമുക്ക് അണ്ടർ പാസിലൂടെ കടന്നു പോകാം. അണ്ടർ പാസിൽ ഇനി ഇവിടെ ഒരു സോയിൽ മാറ്റുന്ന വർക്കൊക്കെ ഇനി നടക്കാനുണ്ട്. കണ്ടോ, സൈഡിലെ പാനലിംഗ്, ഒരു സൈഡ് പാനലിങ്ങും ഒരു സൈഡ് നമ്മുടെ ഈ പറയുന്ന ബ്രിഡ്ജിൻ്റെ കോൺക്രീറ്റ് പോർഷൻ നമുക്ക് കാണാൻ സാധിക്കും. കണ്ടോ, മഴയായതുകൊണ്ട് മാത്രമല്ല എനിക്ക് തോന്നുന്നു നമ്മുടെ ഫുഡ് കഴിക്കേണ്ട സമയമായിട്ടുണ്ട്. ഉച്ചയ്ക്ക് ലഞ്ച് കഴിക്കേണ്ട സമയമായിട്ട് ഞാനൊരു 1:15 ആയപ്പോഴാണ് വന്നത്. അതുകൊണ്ട് നമുക്ക് ഫുഡ് കഴിക്കുന്ന വർക്കിംഗ് സ്റ്റാഫുകളെ നമുക്ക് കാണാൻ സാധിക്കും. കണ്ടോ, നല്ല വെയിലാണ്. വെയിലും മഴയും ഓരോ അരമണിക്കൂർ മഴയും വെയിലും അങ്ങനെ മാറിയാണ് വന്നത്. ഇവിടെ നമുക്കിപ്പോൾ ഈ ഒരു സൈഡിൽ പാനലിങ്ങും ഒരു സൈഡ് ബ്രിഡ്ജിൻ്റെ കോൺക്രീറ്റ് വാളുമാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. അതിൻ്റെ ഇടയിലാണ് നമുക്ക് ഈ അണ്ടർ പാസ് ഉള്ളത്. ഇനി നമുക്ക് മുന്നോട്ട് പോകാം. ഈ ഭാഗത്തൊക്കെ നമ്മൾ നേരത്തെ തന്നെ വീഡിയോ ഷൂട്ട് ചെയ്ത് പലപ്പോഴായിട്ടും പല വീഡിയോയിൽ നമ്മൾ ഷൂട്ട് ചെയ്തിട്ടുണ്ട്. എന്നാലും നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ നോക്കുമ്പോൾ ഈ സൈഡിലേക്ക് നമ്മൾ വരേണ്ടതുണ്ട്. നമുക്ക് നോക്കാം ഈ സൈഡിൽ, അതായത് നമ്മുടെ
തൊട്ടപ്പുറത്തൊരു ബൈ റോഡുണ്ട്. നമുക്കറിയാലോ ഈ ലിങ്ക് റോഡിൻ്റെ സൈഡിലുള്ള ബൈ റോഡുണ്ട്. അത് ആ വശത്ത് നോക്കുമ്പോൾ വളരെ ഫാസ്റ്റായിട്ട് നമ്മൾ കടന്നു പോകുന്നെങ്കിലും നമുക്ക് നമ്മുടെ ലിങ്ക് റോഡിൻ്റെ എല്ലാ അപ്ഡേഷൻ നോക്കുമ്പോൾ സൈഡിലുള്ള വിഷ്വലും സൈഡിൽ എന്തൊക്കെയാണ് വർക്ക് ഇവിടെ കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട് എന്ന് നമുക്ക് നോക്കേണ്ടതായിട്ടുണ്ട്. അതിൻ്റെ ഒരു ഭാഗമായിട്ടുള്ള നമ്മുടെ ട്രെയിനേജിൻ്റെ വർക്കുകൾ നേരത്തെ തന്നെ കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. നമുക്ക് ഓർമ്മയുണ്ടോ എന്നറിയില്ല, പഴയ വീഡിയോയിൽ നമ്മൾ കയറിയ ട്രെയിനേജിൻ്റെ മുകളിൽ നിന്നാണ് നമ്മൾ പലപ്പോഴായിട്ട് ഈ വർക്കുകളെല്ലാം നമ്മൾ വീഡിയോ ഷൂട്ട് ചെയ്യുന്നത്. ഇപ്പോൾ ട്രെയിനേജിൻ്റെ വർക്കുകൾ ഏകദേശം കംപ്ലീറ്റ് ആയതാണ് നമുക്കിവിടെ കാണാൻ സാധിക്കുന്നത്. കാരണം മഴ പെയ്ത് വെള്ളക്കെട്ടുണ്ടായാലും വയലിലെ വെള്ളക്കെട്ടുണ്ടായാലും തീർച്ചയായിട്ടും വളരെ ഫാസ്റ്റായിട്ട് ഒഴുകി പോകുന്നതിന് വേണ്ടിയുള്ള ഒരു വലിയൊരു ഡ്രെയിനേജ് സിസ്റ്റം തന്നെ നമ്മുടെ ഇവിടെ ഉണ്ടാക്കുന്നത്. കാരണം ഇത് പെർമനൻ്റ് ആയിട്ടുള്ള റോഡാണ്. ഇനി എത്ര വലിയ മഴ പെയ്താലും ഈ ഡ്രെയിനേജിലൂടെ വെള്ളം വളരെ സുഖമായിട്ട് ഒഴുകി പൊയ്ക്കോളും. അതിന് വേണ്ടിയുള്ളതാണ്. അത് മാത്രമല്ല സൈഡിലെ പാനലിംഗ് വർക്കെല്ലാം ഇവിടെ രണ്ട് സൈഡിലെയും പാനലിംഗ് വർക്ക് ഉൾപ്പെടെ പൂർണ്ണമായിട്ട് കഴിഞ്ഞിട്ടുണ്ട്. അത് നമുക്കിവിടെ കാണാൻ സാധിക്കും. ഒരു എക്സ്കവേറ്ററും കാണാൻ സാധിക്കും. ഇത് മാത്രമല്ല ഈ പറയുന്ന നമ്മുടെ ഈ ലിങ്ക് റോഡിൻ്റെ രണ്ട് സൈഡിലുമായിട്ട് രണ്ട് ബൈ റോഡുണ്ട്. അപ്പോൾ ആ ബൈ റോഡിൻ്റെ വർക്കുകൾ ഇപ്പോൾ സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. ഈ ഭാഗത്തല്ല ഇപ്പോൾ മണ്ണെല്ലാം നിരത്തിയിട്ടിരിക്കുന്നു. വളരെ ദൂരെയായിട്ട് നമുക്ക് ട്രെയിനേജിൻ്റെ ഡീറ്റെയിൽ വർക്ക് അപ്ഡേഷൻ നമുക്ക് അങ്ങോട്ട് പോകുമ്പോൾ തീർച്ചയായും എടുക്കാൻ സാധിക്കുന്നതാണ്. ഇപ്പോൾ നമുക്ക് ഇവിടെ നിന്ന് കാണാൻ എത്രത്തോളം സാധിക്കും, ആ സാധിക്കുന്നിടത്തോളം നമുക്ക് കണ്ട് മനസ്സിലായി സാധിക്കും. നിങ്ങളെപ്പോലെ ഞാനും പോർട്ടിൽ വന്നു കഴിഞ്ഞാൽ അല്ലെങ്കിൽ നമ്മുടെ ഈ പറയുന്ന ലിങ്ക് റോഡിൽ വന്നു കഴിഞ്ഞാൽ കണ്ടുകൊണ്ട് എന്തൊക്കെയാണ് കാണാൻ സാധിക്കുന്നത് അത് തീർച്ചയായിട്ടും ഈ വീഡിയോൻ്റെ എൻഡ് പോർഷൻ വരെ വ്യക്തമായിട്ട് കാണാനായി സാധിക്കുന്നതാണ്. ഇപ്പോൾ നമ്മൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്ന എൻഡ് പോർഷനിലെ ഡ്രെയിനേജിൻ്റെ വർക്ക് കാണാൻ സാധിക്കും. സൈഡിൽ മണ്ണെല്ലാം ഇപ്പോൾ എക്സ്കവേറ്ററിൻ്റെ വർക്കുകൾ നടക്കുന്നുണ്ട്. ഉച്ചയായതുകൊണ്ടാണ് ഇപ്പോൾ വർക്കിംഗ് സ്റ്റാഫൊന്നും ഇല്ലാത്ത എല്ലാവരും ലഞ്ച് കഴിച്ചുകൊണ്ടിരിക്കുന്ന സമയമാണ്. ഈ പോർഷനിലെ വർക്കെല്ലാം ഇങ്ങനെയാണ് ഇവിടെ കംപ്ലീറ്റ് ചെയ്തിട്ടുള്ളത്. ഇനി നമുക്ക് തൊട്ട് അടുത്തൊരു അപ്പുറത്ത്, അതായത് നമുക്ക് നിലവിലെ ബൈ റോഡിൻ്റെ അടുത്തേക്ക് പോകാം. ഈ ബൈ റോഡ് നമുക്ക് നേരെ പോകാം. കാരണം സൈഡിലെ വിഷ്വലെല്ലാം നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്നു. ഇനി നമുക്ക് കുറച്ച് മുന്നോട്ട് പോയി കഴിഞ്ഞാൽ നമ്മുടെ ഈ പറയുന്ന ലിങ്ക് റോഡിൻ്റെ സൈഡിലൂടെയുള്ള ചെറിയൊരു ഡ്രെയിനേജിൻ്റെ വർക്ക് ഇവിടെ നടക്കുന്നുണ്ടായിരുന്നു. നേരത്തെ തന്നെ നടക്കുന്നുണ്ടായിരുന്നു. അതുമാത്രമല്ല ഈ സൈഡിലെ മണ്ണെല്ലാം, വേസ്റ്റ് മണ്ണെല്ലാം അല്ലെങ്കിൽ കാട് പോലെ കിടന്ന പ്ലേസ് എല്ലാം പൂർണ്ണമായിട്ടും ക്ലീൻ ചെയ്തിരിക്കുന്നതായി കാണാൻ സാധിക്കുന്നുണ്ടോ. ആ ഡ്രെയിനേജിൻ്റെ വർക്ക് പൂർണ്ണമായിട്ടും ഇവിടെ കഴിഞ്ഞതായിട്ടാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ടോ. ഈ പറയുന്ന ലിങ്ക് റോഡിൻ്റെ സൈഡിലോട് ചേർന്നിട്ടൊരു ഈ പറയുന്ന ഡ്രെയിനേജിൻ്റെ വർക്കുകളുണ്ടായിരുന്നു. ആ വർക്കും ഇവിടെ കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. കണ്ടോ, മെയിൻ ഒരു ഡ്രെയിനേജ് സിസ്റ്റമാണ് നമുക്കിവിടെ കാണാൻ സാധിക്കുന്നത്. അതിൻ്റെ ഔട്ട്പുട്ട് നമുക്കുണ്ട്. ഇൻപുട്ടായാലും ഔട്ട്പുട്ടായാലും അറിയില്ല, എന്നാലും വെള്ളം ഒഴുകിപ്പോവും തീർച്ചയായിട്ടും. ഇനി നമുക്ക് മുന്നോട്ട് തന്നെ പോകണം. മുന്നോട്ട് പോയാലേ ഇനി അടുത്ത് എത്രത്തോളം വർക്കായെന്ന് കാണാൻ സാധിക്കുള്ളൂ. കാരണം ഈ പാനലിൻ്റെ വർക്ക് പൂർണ്ണമായിട്ടും കഴിഞ്ഞതായിട്ട് നമുക്ക് നേരത്തെ തന്നെ മനസ്സിലായിട്ടുണ്ടായിരുന്നു. എന്നാലും പുതിയ വർക്കുകൾ എന്തെങ്കിലും സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടോ എന്നറിയാനാണ് വന്നത്. നമ്മൾ പലപ്പോഴായിട്ട് പറയും നമ്മൾ ഈ റോഡിൻ്റെ വർക്കുകളെല്ലാം തീർച്ചയായിട്ടും വ്യക്തമായിട്ട് കാണാൻ സാധിക്കുന്നത് നമ്മുടെ ഈ പറയുന്ന ബൈ റോഡ് ഉള്ളത് കൊണ്ടാണ്. ഈ ബൈ റോഡ് ഉള്ളത് കൊണ്ട് തന്നെയാണ്, നേരത്തെ ഈ ബൈ റോഡ് ഉണ്ട്, ഈ ബൈ റോഡ് ഉള്ളത് കൊണ്ട് തന്നെയാണ് നമ്മുടെ ഈ പറയുന്ന ലിങ്ക് റോഡിൻ്റെ വർക്കുകൾ വളരെ ഫാസ്റ്റായിട്ട് തന്നെ പോയിക്കൊണ്ടിരുന്നത്. കാരണം നിങ്ങൾക്കറിയാം വർക്ക് തുടങ്ങിയപ്പോഴേ ആദ്യം മുതലേ ഈ വീഡിയോ, അതായത് ഞാൻ ഷൂട്ട് ചെയ്തിട്ട് 19ാമത്തെ 20ാമത്തെ അപ്ഡേഷനാണ്. 20ഓളം അപ്ഡേഷനിൽ നമ്മളെ ചെളി കിടന്ന, അതായത് വയലായിരുന്ന പ്ലേസാണ് ഇത്രയും കംപ്ലീറ്റ് ആയിട്ട് എടുത്തിട്ടുള്ളത്. നമ്മൾ വളരെ ഫാസ്റ്റായിട്ട് എന്ന് പറയുന്നത് ഈ ചെളി ഏകദേശം 5 മീറ്ററോളം ചെളി പൂർണ്ണമായിട്ടും കോരി മാറ്റിയതിന് ശേഷമാണ്, ഉറച്ച പ്രതലം വന്നതിന് ശേഷമാണ് ഈ ബ്രിഡ്ജിൻ്റെ വർക്കുകൾ അല്ലെങ്കിൽ ഈ പറഞ്ഞ ഹൈറ്റ് കൂട്ടുന്നതിൻ്റെ വർക്കുകൾ സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളത്. നമ്മൾ വാഗൊണ്ട് പറയുന്നതല്ല, ആ 5 മീറ്ററോളം ചെളി ഉള്ളതും അത് എക്സ്കവേറ്ററിൽ പൂർണ്ണമായിട്ടും കോരി മാറ്റുന്നത് ഉൾപ്പെടെയുള്ള വീഡിയോ നിങ്ങൾക്ക് പ്ലേലിസ്റ്റും തീർച്ചയായിട്ടും കണക്ഷൻ റോഡ് അല്ലെങ്കിൽ ലിങ്ക് റോഡ് എന്ന പ്ലേലിസ്റ്റിലുണ്ട്. അതിൽ നിന്നും തീർച്ചയായിട്ടും കണ്ട് മനസ്സിലാക്കാം. അത്രത്തോളം സ്ട്രോങ് ആയിട്ടാണ് നമ്മുടെ ഈ വർക്കുകളെല്ലാം കംപ്ലീറ്റ് ചെയ്തിട്ടുള്ളത്. ഇനി നമുക്ക് കുറച്ച് ഇവിടെ നമുക്ക് ഇറങ്ങിയിട്ട് നോക്കാം. ഈ സൈഡിൽ നോക്കിക്കഴിഞ്ഞാൽ നമുക്കിവിടെ ഇൻ്റർലോക്കിൻ്റെ വർക്കുകളൊക്കെയാണ് നടക്കുന്നത്. അതോടൊപ്പം തന്നെ നമ്മളെ ട്രെയിനേജിൻ്റെ വർക്കുകളുണ്ടോ, ട്രെയിനേജിൻ്റെ വർക്കുകളും സൈഡ് നമുക്ക് കാണാൻ സാധിക്കും. ഉണ്ടോ, അതായത് നമ്മുടെ ഈ പറയുന്ന ലിങ്ക് റോഡിൻ്റെ സൈഡിലൂടെയാണ് വരുന്നത്. ഇനി നമുക്ക് കുറച്ച് മുന്നോട്ട് പോകാം. ഇവിടെ നിന്ന് കഴിഞ്ഞാൽ നമുക്ക് ഇവിടെ ധാരാളം ഇൻ്റർലോക്കുകൾ ഇവിടെ ഡംപ് ചെയ്തിട്ട് കാണാൻ സാധിക്കും. ഉണ്ടോ, ഇവിടെ എല്ലാം ഇൻ്റർലോക്കുകളുണ്ട്. ഈ റോഡെല്ലാം ഹൈറ്റ് എല്ലാം കൂടിയിരിക്കുന്നു. നേരത്തെ നമ്മൾ കാണുമ്പോൾ ഇത്രത്തോളം ഇവിടെ വർക്കുകൾ നടന്നില്ലെന്ന് വെച്ചാൽ നമ്മൾ ഏതാണ്ട് ഒരു മാസത്തോളമായി അല്ലെങ്കിൽ 2-3 ആഴ്ചയോളമായി നമുക്ക് ഇവിടെ വർക്ക് അപ്ഡേഷൻ നമ്മൾ നോക്കിയിട്ട്. അപ്പോൾ ഇപ്പോൾ നോക്കുമ്പോൾ തീർച്ചയായിട്ടും വലിയൊരു വ്യത്യാസം തന്നെയാണ് ഓരോ വർക്കിലും നമുക്ക് കാണാൻ സാധിക്കുന്നത്. അല്ലെങ്കിൽ ഓരോ ആഴ്ചയിലും നമ്മൾ ആ വ്യത്യാസം കണ്ട നമ്മൾ ഇപ്പോൾ 3 ആഴ്ചയായപ്പോൾ കണ്ടൊരു വ്യത്യാസം അമ്പരപ്പിക്കുന്ന വ്യത്യാസം തന്നെയാണ്. അത് നമുക്ക് വീഡിയോയിൽ തന്നെ തീർച്ചയായിട്ടും കണ്ട് മനസ്സിലാക്കാനായി സാധിക്കും. ഇപ്പോൾ മുന്നിലൂടെ നോക്കിക്കഴിഞ്ഞാൽ നമ്മുടെ ഈ ഫസ്റ്റ് പോർട്ടിൽ നിന്ന് വരുമ്പോൾ ഉള്ള ഫസ്റ്റ് ബ്രിഡ്ജ് മുതൽ സെക്കൻഡ് ബ്രിഡ്ജ് വരെയുള്ള കണക്ട് ചെയ്യുന്ന പോർഷനിലെ ഇൻ്റർലോക്കിൻ്റെ വർക്കുകൾ നടക്കുന്നതായിട്ട് നമുക്ക് കാണാൻ സാധിക്കും. നമുക്കൊരു കാര്യം ചെയ്യാം, നമുക്ക് മുന്നോട്ട് പോകാം.
മുന്നോട്ട് പോയി നമുക്ക് മുന്നോട്ട് പോകാം. മുന്നോട്ട് പോയി കഴിഞ്ഞാൽ ഒരു ഭാഗം, അതായത് നമുക്ക് 4 വരി പാതയുടെ ലെഫ്റ്റും റൈറ്റും ഉണ്ടല്ലോ, അതിൽ നമ്മൾ ഈ കാണുന്ന ഒരു പോർഷൻ പൂർണ്ണമായിട്ടും ഇൻ്റർലോക്ക് ഇട്ടതായിട്ടാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. ഇൻ്റർലോക്ക് കംപ്ലീറ്റ് ചെയ്തിരിക്കുന്നത്, ആ വർക്ക് കംപ്ലീറ്റ് ചെയ്തതായിട്ടാണ് നമുക്ക് ഈ വീഡിയോ ഒന്ന് കണ്ട് മനസ്സിലാക്കാനായി സാധിക്കും. മുന്നോട്ട് നമുക്ക് പോകാം. ഓരോ പോർഷനും നമുക്ക് പോയി തന്നെ തീർച്ചയായിട്ടും മനസ്സിലാക്കാനായി സാധിക്കും. സൈഡിലൂടെയുള്ള നമ്മുടെ ഈ പറയുന്ന ക്രാഷ് പാരപ്പറ്റാണ് നമ്മൾ ഈ കാണുന്നത്. കണ്ടോ, ഇതാണ് നമ്മുടെ ആ ഒരു ബ്രിഡ്ജല്ല ഇത്, നിലവിൽ ഇത് ഹൈറ്റ് കൂട്ടിയെടുത്താണ്. അതായത് പാനലിംഗ് വർക്ക് നടത്തി ജിയോ ഗ്രിഡ്, ജിയോ ക്ലോത്ത് മാതൃകയിൽ കംപ്ലീറ്റ് ചെയ്ത് ഓരോ സൈഡും ഫില്ല് ചെയ്താണ് നമ്മുടെ ഈ ഒരു ഹൈറ്റിലെത്തിയിട്ടുള്ളത്. ഏറ്റവും ടോപ്പ് പോർഷനിലാണ് ഈ പറയുന്ന ഇൻ്റർലോക്ക് വർക്ക് ചെയ്ത് കംപ്ലീറ്റ് ചെയ്തിട്ടുള്ളത്. ഈ പോർഷനിലെല്ലാം ഇൻ്റർലോക്ക് പൂർണ്ണമായിട്ടും കഴിഞ്ഞിട്ടുണ്ട്. നമ്മുടെ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ നമ്മൾ എത്രത്തോളമാണ് അത് ഹൈറ്റ് കൂട്ടിയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ പറയുവാണെങ്കിൽ നിലവിൽ ഈ സ്ഥലമെല്ലാം വയലും ചെളിയുമായിരുന്ന സ്ഥലം തന്നെയാണ്. അത് പൂർണ്ണമായിട്ടും കോരി 4-5 മീറ്ററോളം മണ്ണ് പൂർണ്ണമായിട്ടും മാറ്റിയതിനു ശേഷം ഉറപ്പായ സ്ഥലത്തിൽ നിന്നും ജിയോ ഗ്രിഡും ജിയോ ക്ലോത്തും ഇട്ട് ലെയർ ബൈ ലെയർ ആയിട്ട് കംപ്രസ് ചെയ്ത് ഹെവി മെഷീൻ ഉപയോഗിച്ച് കംപ്രസ് ചെയ്തിട്ടാണ് ഈ ഹൈറ്റിലെത്തിയിട്ടുള്ളത്. അതിൻ്റെ മുകളിൽ നമ്മൾ ജിയോ സെല്ലും ഉപയോഗിച്ചിട്ടുണ്ട്. അങ്ങനെ 3-4 ലെവലിൽ, ഒരു 6-7 ലെവലിൽ ഇത് കംപ്ലീറ്റ് ചെയ്തിട്ടാണ് അതിനുവേണ്ടി നമ്മുടെ ട്രെഡ്ജ് ചെയ്ത മണൽ ഉപയോഗിച്ചിട്ടുണ്ട്. അതുമാത്രമല്ല നമ്മുടെ ചെമ്മണ്ണ് ഇതിനു വേണ്ടി ഉപയോഗിച്ചിട്ടുണ്ട്. അങ്ങനെ വളരെ പെർഫെക്റ്റ് ആയിട്ടാണ്, വളരെ സ്ട്രോങ് ആയിട്ടാണ് നമ്മൾ ഈ കാണുന്ന റോഡ് ഫില്ല് ചെയ്ത് മുന്നോട്ട് വന്നിട്ടുള്ളത്. ആ ഫില്ല് ചെയ്ത് മുന്നോട്ട് വന്ന റോഡിൻ്റെ ഏറ്റവും ടോപ്പ് പോർഷനിൽ ഇൻ്റർലോക്കിൻ്റെ വർക്കുകൾ നടക്കുന്നതിനെ ഇൻ്റർലോക്ക് കാണാൻ സാധിക്കും. ഇത് നമുക്ക് ലൈറ്റിംഗ് സിസ്റ്റത്തിന് വേണ്ടിയാണ് നമുക്ക് ഇവിടെ നിന്ന് കാണാൻ സാധിക്കും. അങ്ങനെ സെൻട്രലിലൂടെ ലൈറ്റിംഗ് കേബിൾ സിസ്റ്റം കടന്നു പോകുന്നതിനാണ് ഈ ഒരു പോർഷൻ ഉള്ളത്. അതും നമ്മൾ തൊട്ട് മുന്നേ ഈ പോർട്ടിൽ നിന്നും സ്റ്റാർട്ട് ചെയ്ത് വരുമ്പോൾ ഉള്ള റോഡിൽ നമ്മളത് ലൈറ്റിംഗ് സിസ്റ്റം എല്ലാം തീർച്ചയായിട്ടും നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്നു. എനിക്കൊന്ന് ഒക്ടാപോൾ എന്നാണ് തോന്നുന്നു ലൈറ്റ് വെച്ചിട്ടുള്ളത്. ഇപ്പോൾ നമ്മൾ ഈ കാണുന്ന ഈ ഒരു സിസ്റ്റം എന്ന് പറയുന്നത് ഡേ നൈറ്റ് വർക്ക് നടത്തുന്നതിന് വേണ്ടി ജനറേറ്ററിൻ്റെ സഹായത്തോടെ, ലൈറ്റിൻ്റെ സഹായത്തോടെ ഡേ നൈറ്റ് വർക്ക് നടത്തുന്നതിന് വേണ്ടിയുള്ള സിസ്റ്റം തന്നെയാണ്. ഇത് മൂവ് ചെയ്ത് അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റാനൊക്കെ സാധിക്കും. എല്ലാ ഈ പറയുന്ന ഡേ നൈറ്റ് വർക്ക് നടക്കുന്ന സ്ഥലത്തും ഇതുപോലുള്ള ലൈറ്റ് അറേഞ്ച്മെൻറ്റ്സ് കാണും. ഇത് ആദ്യമായിട്ട് കാണുന്നതല്ല, എന്നാൽ നമ്മുടെ സൈറ്റിൽ വരുമ്പോൾ കണ്ടത് പറഞ്ഞതേ ഉള്ളൂ. ഇനി അതുപോലെ തന്നെ വളരെ ദൂരെയായിട്ട് നമുക്ക് ജനറേറ്ററും കാണാൻ സാധിക്കും. ഈ ഭാഗത്തെല്ലാം പൂർണ്ണമായിട്ടും ഇൻ്റർലോക്ക് ഇട്ട് കംപ്ലീറ്റ് ചെയ്തിട്ടുള്ള ഒരു എക്സ്കവേറ്റർ നമുക്കിവിടെ ഈ പറയുന്ന പോർഷനിൽ നമുക്ക് കാണാൻ സാധിക്കുന്നതാണ്. ഇനി നമുക്ക് മുന്നോട്ട് പോകാം. മുന്നോട്ട് പോകുമ്പോൾ നമുക്ക് ഒരു ജനറേറ്ററും കാണാൻ സാധിക്കും. ഈ നമ്മുടെ ഈ പറയുന്ന ചെറിയ വെൽഡിങ്ങിനും ഈ ലൈറ്റിനും ആവശ്യമുള്ള ആ ഒരു ജനറേറ്റർ സദാസമയം ഇവിടെ തന്നെയുണ്ട്. ഡേ നൈറ്റ് വർക്ക് എന്ന് ഞാൻ പലപ്പോഴായിട്ട് പറയുന്നുണ്ട്, അങ്ങനെ തന്നെയാണ് നടക്കുന്നത്. ഈ ഭാഗത്തെല്ലാം നമ്മൾ ഈ നേരത്തെ തന്നെ വർക്ക് അപ്ഡേഷൻ എടുക്കുന്ന സമയത്ത് നമ്മൾ ഈ ഇവിടെ ഓരോ വർക്കും നടക്കുന്ന സമയത്തെല്ലാം നമ്മൾ വീഡിയോ ഷൂട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. ഞാൻ പറഞ്ഞു 20ാമത്തെ അപ്ഡേഷൻ ആകുമ്പോൾ ഡീറ്റെയിൽ ആയിട്ട് തന്നെ പലപ്പോഴായിട്ട് നമ്മൾ വീഡിയോ ഷൂട്ട് ചെയ്തിട്ടുണ്ടെങ്കിലും ഇൻ്റർലോക്ക് കഴിഞ്ഞ് ആദ്യമായിട്ടാണ് നമ്മൾ ഇതിൻ്റെ മുകളിലേക്ക് വരുന്നത്. സൈഡിലൂടെ നോക്കിക്കഴിഞ്ഞാൽ നമ്മൾ നേരത്തെ കണ്ട ഈ പറയുന്ന ലിങ്ക് റോഡിൻ്റെ സൈഡിലുള്ള ബൈ റോഡിന് ആവശ്യമായിട്ടുള്ള മണ്ണിട്ട് ലെവൽ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. കാരണം ആ വർക്കുകളും ഇതിനോടൊപ്പം തന്നെ പോവുകയാണ്. അതായത് നമ്മളെ ഇപ്പോൾ എന്ന് പറഞ്ഞാൽ ലിങ്ക് റോഡ് എന്ന് പറയുന്നത് കണ്ടെയ്നർ റോഡായിട്ട് മാറുകയാണ്. അത് കണ്ടെയ്നർ മാത്രം കടന്നു പോകേണ്ട റോഡും സൈഡിലൂടെ ഈ പറയുന്ന ബൈ റോഡും ഉണ്ട്. കണ്ടോ, അതിന് വേണ്ടിയുള്ള വർക്കുകളും നടക്കുന്നുണ്ട്. അപ്പോൾ 2 രീതിയിലും വർക്കുകൾ വളരെ ഫാസ്റ്റായിട്ടാണ് മുന്നോട്ട് പോകുന്നത് എന്ന് മനസ്സിലാക്കുക. അല്ലാതെ നമ്മുടെ ലിങ്ക് റോഡ് മാത്രമല്ല, അതിനോടൊപ്പം ചേർന്ന് നിൽക്കുന്ന എല്ലാ വർക്കുകളും മുന്നോട്ട് പോകുന്നതായിട്ടാണ് നമുക്ക് കാണാൻ സാധിക്കും. എന്നാൽ നമുക്ക് മുന്നോട്ട് കുറച്ച് ദൂരം നടക്കാം. നല്ല വെയിലുണ്ട്. എന്നാൽ നമ്മൾ 2-3 ആഴ്ചയ്ക്ക് ശേഷമുള്ള ഡീറ്റെയിൽ വർക്ക് അപ്ഡേഷൻ ആയതിനാൽ ഓരോ വർക്കും നമ്മൾ ഇതിൽ നിന്നും വ്യക്തമായിട്ട് എനിക്ക് കാണുന്ന വർക്കുകളെല്ലാം ഞാൻ തീർച്ചയായിട്ടും പറഞ്ഞ് മനസ്സിലാക്കാനേ ശ്രമിക്കും. തീർച്ചയായിട്ടും സംശയമുള്ളവർ മെസ്സേജിലൂടെ തന്നെ ചോദിക്കാവുന്നതാണ്. നമുക്കിനി കുറച്ച് മുന്നോട്ട് പോയി കഴിഞ്ഞാൽ നമുക്ക് ഇവിടെ ഈ കാണുന്നതെല്ലാം കേബിൾ റാക്കുകളുണ്ടോ, കേബിൾ കടന്നു പോകേണ്ടതാണ്. ലൈറ്റിങ്ങിന് ആവശ്യമായിട്ടുള്ള കേബിൾ, സിഗ്നൽ ലൈറ്റ്, അങ്ങനെ കുറേ കേബിൾ സിസ്റ്റം നമുക്ക് ആവശ്യമായിട്ടുണ്ട്. ഇപ്പോൾ ഇടയ്ക്ക് നമുക്ക് ചെറിയ ഫൗണ്ടേഷൻ കാണാൻ സാധിക്കും. ഇതെല്ലാം നമ്മുടെ ഈ പറയുന്ന ലൈറ്റിങ്ങിൻ്റെ നമ്മൾ നേരത്തെ കണ്ട പോളിന് വേണ്ടിയുള്ള ഫൗണ്ടേഷനാണ് നമ്മളിവിടെ കണ്ടുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ആ വർക്കും ഇതൊക്കെ വളരെ ഫാസ്റ്റായിട്ട് എനിക്ക് തോന്നുന്നു ഒരാഴ്ച കൊണ്ട് തന്നെ ഈ സെൻറ്ററിലെ ലൈറ്റിംഗ് പോയിൻറ്റും പോളെല്ലാം വളരെ ഫാസ്റ്റായിട്ട് തന്നെ കംപ്ലീറ്റ് ചെയ്യും. നേരത്തെ നമ്മൾ കണ്ട വർക്കുകൾ അതുപോലെ തന്നെയാണ്. ഇപ്പോൾ നമുക്കിവിടെ കേബിൾ നേരത്തെ പാസ് ചെയ്ത് പോകുന്ന നമ്മൾ നേരത്തെ കണ്ടിട്ടുണ്ട്. അതുപോലെ കേബിൾ പാസ് ചെയ്ത് പോകുന്നതിനുള്ള പോർഷനാണ് ഇതെല്ലാം. കണ്ടോ, അതും നമുക്കിവിടെ കാണാൻ സാധിക്കും. എല്ലാ പോർഷനും കംപ്ലീറ്റ് ചെയ്താണ് ഓരോ വർക്കും കടന്നു പോയിക്കൊണ്ടിരിക്കുന്നത്. ഇനി എനിക്ക് തോന്നുന്നു ഈ ബ്രിഡ്ജിൽ വളരെ കുറച്ച് പോർഷൻ, അതായത് ഇൻ്റർലോക്കിൻ്റെ വർക്കുകൾ, ഈ പോളിൻ്റെ വർക്കുകൾ മാത്രമാണുള്ളത്. ബാക്കിയുള്ള എല്ലാ വർക്കും ഈ പോർഷനിൽ കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. ഈ മഴയത്തും വെയിലത്തുമാണ് ഈ വർക്കുകളെല്ലാം കംപ്ലീറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്ന് തന്നെ പറയേണ്ടി വരും. അതുകൊണ്ടാണ് ഞാൻ പലപ്പോഴും ഡേ നൈറ്റ് വർക്ക് എന്ന് പറയുന്നതും.
നമുക്ക് 4 വരി പാതയാണ് ഇപ്പോൾ നമുക്ക് കാണാൻ സാധിക്കുന്നത്. കണ്ടെയ്നർ മാത്രമായിരിക്കും ഇതിലൂടെ കടന്നു പോകുന്നത്. തീർച്ചയായിട്ടും അങ്ങനെ തന്നെയായിരിക്കും. കാരണം സൈഡിലൂടെയുള്ള ബൈ റോഡ് ഉള്ളതിനാൽ ബൈ റോഡ് നമുക്ക് ഗേറിൻ്റെ വർക്കുകളൊക്കെ നടക്കുന്നുണ്ടല്ലോ, അതുള്ളതിനാൽ നമുക്ക് കണ്ടെയ്നർ മാത്രമാണ് കടന്നു പോകുന്നത്. ഇപ്പോൾ നമുക്ക് ഈ കാണുന്ന രണ്ടാമത്തെ ബ്രിഡ്ജിൻ്റെ സ്റ്റാർട്ടിംഗ് പോയിന്റ്, അതായത് ഞാൻ നിൽക്കുന്ന ഇന്റർലോക്ക് ഇട്ട് വരെ കംപ്ലീറ്റ് ചെയ്ത പോർഷൻ, നമ്മുടെ പോർട്ട് മുതൽ ഇന്റർലോക്ക് വരെ കംപ്ലീറ്റ് ചെയ്ത ഈ പോർഷൻ വരെയാണ് 1500 മീറ്റർ ഉള്ളത്. അപ്പോൾ ആകെ 1700 മീറ്റർ ആണെങ്കിൽ 1500 മീറ്ററാണ് ഇപ്പോൾ നമ്മൾ എൻഡ് പോർഷനിലാണ് നിൽക്കുന്നത്. ഇവിടെ നിന്ന് ഡ്രൈനേജ് സിസ്റ്റം നമ്മൾ തൊട്ട് മുന്നേ കണ്ടതുപോലെ വളരെ ഹൈറ്റിൽ നമുക്ക് ഈ ബ്രിഡ്ജിൻ്റെ മുകളിൽ നിന്ന് കഴിഞ്ഞാൽ ആ ഡ്രൈനേജ് സിസ്റ്റം എങ്ങനെയാണെന്ന് നമുക്ക് കുറച്ചുകൂടി വ്യക്തമായിട്ട് കണ്ട് മനസ്സിലാക്കാനായി സാധിക്കുമെന്ന് തന്നെയാണ് വിശ്വസിക്കുന്നത്. നമ്മൾ നേരത്തെ കണ്ട ആ ഒരു ഈ എക്സ്കവേറ്റർ നമുക്ക് കാണാൻ സാധിക്കും. സൈഡിലൂടെ ഒരു ബൈ റോഡ് ഉണ്ട് എന്നാണ് നമുക്ക് അറിയാൻ സാധിക്കുന്നത്. ആ ബൈ റോഡിൻ്റെ വർക്കുകളും ഇപ്പോൾ നടക്കുന്നുണ്ട്. ഇനി നമുക്ക് നമ്മുടെ ഈ ബ്രിഡ്ജിൻ്റെ കുറച്ച്, അതായത് നമ്മൾ 1500 മീറ്ററിൽ നിൽക്കുന്ന എൻഡ് പോർഷനിൽ നിന്ന് മുന്നോട്ട് പോകും. അപ്പോൾ ഈ പോർഷൻ മുതൽ നമ്മുടെ NH66 ഒരു ബ്രിഡ്ജ് ഉണ്ടല്ലോ, അതുവരെയാണ് ഏകദേശം 1700 മീറ്റർ. അപ്പോൾ 200 മീറ്ററാണ് നമുക്കിനി മെയിനായിട്ട് കംപ്ലീറ്റ് ചെയ്യാനുള്ളത്. 200 മീറ്റർ മാത്രമല്ല, 1200 മീറ്ററോളം കംപ്ലീറ്റ്. 200 മീറ്റർ ഇതാണെങ്കിൽ 1000 മീറ്റർ ഉള്ളത് നമ്മളെ ഈ പറയുന്ന ഈ NHലേക്ക് കണ്ടെയ്നർ ലോറി കടക്കുന്നതിന് ആവശ്യമായിട്ടുള്ള റോഡ് സജ്ജീകരണങ്ങൾ തീർച്ചയായിട്ടും വേണ്ടിവരും. ഇപ്പോൾ നമ്മൾ ഈ പറയുന്ന അണ്ടർപാസിലൂടെ നേരെ കയറി വലത്തോട്ടും ഇടത്തോട്ടും, അല്ലെങ്കിൽ ഈ കാണുന്ന 2 ബൈ റോഡ് വഴി, നമ്മുടെ NH66 സൈഡിലുള്ള ബൈ റോഡ് വഴിയാണല്ലോ കണ്ടെയ്നർ ലോറി നമ്മുടെ ഈ പറയുന്ന ബ്രിഡ്ജിലേക്ക്, അല്ലെങ്കിൽ നമ്മുടെ NH66 ലിങ്ക് ചെയ്യുന്നത്. ഈ ലിങ്ക് ചെയ്യുന്ന റോഡിൻ്റെ പല ഭാഗവും അഡീഷണൽ ആയിട്ടൊരു ബൈ റോഡ് വരും എന്ന് തന്നെയാണ് അറിയാൻ സാധിക്കും. ഇപ്പോൾ ആ വർക്കുകളും ഉണ്ട്. അപ്പോൾ 1200 മീറ്ററോളം ഇനി കംപ്ലീറ്റ് ചെയ്യാനുണ്ട്. പക്ഷേ നിലവിൽ മെയിൻ ആയിട്ടുള്ള വർക്ക് എന്ന് പറയുന്നത് ഈ കാണുന്ന 200 മീറ്റർ. അപ്പോൾ പലരും വിചാരിക്കും ആകെ 200 മീറ്ററിലേ കംപ്ലീറ്റ് ചെയ്യാനുള്ളൂ, എന്തുകൊണ്ട് കഴിയുന്നില്ല എന്ന് ചോദിച്ചാൽ, അങ്ങനെയൊന്നും വളരെ ഫാസ്റ്റായിട്ട് നടന്നാലും ഇത്രത്തോളം സജ്ജീകരണങ്ങൾ ഉണ്ടെങ്കിൽ മാത്രമേ, ടെമ്പററി ആയിട്ടൊരു കണക്ഷൻ മാത്രമാണെങ്കിലും കണ്ടെയ്നർ ലോറി കടന്നു പോകുന്നതിനാൽ വളരെ പെർഫെക്റ്റ് ആയിട്ടും വളരെ സ്ട്രോങ് ആയിട്ടും തന്നെ എല്ലാ വർക്കുകളും മുന്നോട്ട് പോകണം. നമ്മൾ നേരത്തെ കണ്ട റീറ്റെയിനിങ് വാളിൻ്റെ ഫൗണ്ടേഷനാണ് കാണുന്നത്. വളരെ ദൂരെയായിട്ട് NHലൂടെ വാഹനങ്ങൾ ചീറിപ്പാഞ്ഞ് പോകുന്നതും നമുക്ക് ഈ പോർഷനിൽ കാണാൻ സാധിക്കും. അത് മാത്രമല്ല അണ്ടർപാസ് നമുക്ക് കാണാൻ സാധിക്കും. ഫൗണ്ടേഷൻ വാൾ, റീറ്റെയിനിങ് വാളിൻ്റെ ഫൗണ്ടേഷനാണ് ഇപ്പോൾ വളരെ ഹൈറ്റിൽ നിന്ന് കാണാൻ സാധിക്കും. തൊട്ട് മുന്നേയും നമ്മൾ, അതായത് നമ്മുടെ ബ്രിഡ്ജിൽ നമ്മൾ കണ്ടിരുന്നു, അടുത്ത് പോയി കണ്ടിരുന്നു. ഇപ്പോൾ നമ്മുടെ ലിങ്ക് റോഡിൻ്റെ ബ്രിഡ്ജും ഇത് 2 പോർഷനിൽ 2 വലിയ കുഴികൾ എടുത്തിരിക്കുന്നത് ഇതിനു വേണ്ടിയാണ്. ഇത് പലർക്കും അറിയത്തില്ലാത്തത് കൊണ്ടാണ് പലരും സോഷ്യൽ മീഡിയയിലൂടെ തന്നെ പറയുന്നുണ്ട് 2 കുഴി മാത്രമാണ് അവിടെ ഉള്ളത്, എന്താ നടക്കുന്നത് നമ്മളൊന്നും അറിയില്ല എന്ന് പലരും പറയുന്നുണ്ട്. അതുകൊണ്ടാണ് നമുക്ക് കാണാനുള്ള ക്യൂരിയോസിറ്റിയും. അങ്ങനെ തീർച്ചയായിട്ടും പറയുമ്പോൾ അത് അങ്ങനെയല്ല, ഈ വർക്കിന് വേണ്ടിയാണ്, വർക്ക് നടക്കുന്നുണ്ട് എന്ന് ഡീറ്റെയിൽ ആയിട്ടാണ് ഞാൻ അപ്ഡേഷൻ എടുക്കുന്നത്. തീർച്ചയായിട്ടും അതുകൊണ്ട് ആരും സ്കിപ്പ് ചെയ്ത് പോകരുത്. സ്കിപ്പ് ചെയ്ത് പോയി കഴിഞ്ഞാൽ ഈ ഡീറ്റെയിൽ വർക്ക് അപ്ഡേഷൻ നമുക്ക് മിസ്സാവുക. വർക്കുകൾ ഏകദേശം മനസ്സിലായിട്ടുണ്ടെന്ന് തോന്നുന്നു. നമുക്കിനി ഈ വന്ന ബ്രിഡ്ജിലൂടെ തിരിച്ചു പോകാം. ഈ വന്ന ബ്രിഡ്ജ് എന്ന് പറയുമ്പോൾ നമ്മുടെ പോർട്ടിൽ നിന്ന് വരുമ്പോഴുള്ള രണ്ടാമത്തെ ബ്രിഡ്ജും നമ്മുടെ NH66 നോക്കുമ്പോൾ ആദ്യ ബ്രിഡ്ജും 1700 മീറ്റർ 2 ബ്രിഡ്ജ് ഉള്ളതിൽ ആദ്യ ബ്രിഡ്ജിലാണ്. അതായത് NH66 എന്ന് കാണുമ്പോൾ ആദ്യ ബ്രിഡ്ജാണ്. ഇപ്പോൾ നമുക്കിവിടെ കാണാൻ സാധിക്കുന്നത് ലൈറ്റിങ്ങിന് വേണ്ടിയുള്ള ഫൗണ്ടേഷനാണ്. ഇപ്പം നമുക്കിവിടെ കാണാൻ സാധിക്കുന്നത് അത് ബ്രിഡ്ജ് ആയതുകൊണ്ട് നേരത്തെ തന്നെ ബ്രിഡ്ജിനൊപ്പം തന്നെ ആ ഫൗണ്ടേഷൻ കൂടി വർക്ക് നടത്തി പോകാറാണ് പതിവായിട്ടുള്ളത്. പിന്നെ അത് മാത്രമല്ല നമുക്ക് സൈഡിലൂടെ കാണാൻ സാധിക്കുന്ന ഒരു ക്രാഷ് കാർഡാണ്. ഒരു C ചാനലും എനിക്ക് തോന്നുന്നു പൈപ്പും വെച്ചിട്ടുള്ള ഒരു ക്രാഷ് കാർഡാണ്. അതിൻ്റെ പേര് ക്രാഷ് കാർഡ് തന്നെയാണെന്ന് തോന്നുന്നു. തീർച്ചയായിട്ടും കമൻറ്റിലൂടെ തന്നെ ഇതിൻ്റെ പേര് വ്യക്തമാക്കാനായി സാധിക്കുന്നുണ്ടെങ്കിൽ അത് കമൻ്റായിട്ട് ഇടുക. കാരണം വേറെ ഒന്നും കൊണ്ടല്ല, നമ്മൾ പലപ്പോഴായിട്ട് നമ്മൾ പല വീഡിയോയും ആദ്യം മുതലേ വീഡിയോ ചെയ്യുമ്പോൾ തന്നെ പലർക്കും ഈ വർക്കുകൾ എന്താണെന്ന് നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് അറിയാനായി സാധിക്കില്ല. അത് മാത്രം ഞാൻ ലൈവ് റെക്കോർഡിംഗ് ആണ് പലപ്പോഴും ചെയ്യുന്നത്. പല കാര്യങ്ങളും തെറ്റാനും ചാൻസ് ഉണ്ട്. അതിനാൽ നമ്മുടെ കൂടെയുള്ള, അതായത് നമ്മുടെ വീഡിയോ കാണുന്ന എല്ലാ ഫ്രണ്ട്സും നമുക്ക് പല ഹെൽപ്പും ചെയ്യാറുണ്ട്. പല ലെവലിലുള്ളവരാണുള്ളത്. സിവിൽ എഞ്ചിനീയേഴ്സ് ഉണ്ട്, സൈറ്റ് എഞ്ചിനീയേഴ്സ് ഉണ്ട്, സൂപ്പർവൈസർ ഉണ്ട്, വർക്ക് സ്റ്റാഫുകളുണ്ട്, കോൺട്രാക്ടർമാരുണ്ട്. അതിനാൽ ധാരാളം പേര് നമുക്ക് കമൻറ്റിലൂടെ പല കാര്യങ്ങളും പറഞ്ഞ് മനസ്സിലാക്കിയിട്ടുണ്ട്. തീർച്ചയായിട്ടും അങ്ങനെ തന്നെ പറഞ്ഞ് മനസ്സിലാക്കിയാൽ എനിക്ക് മനസ്സിലാവുന്നതോടൊപ്പം തന്നെ നമ്മുടെ വീഡിയോ കാണുന്നവർക്കും ഈ സിവിൽ വർക്ക് എന്താണെന്ന് കുറച്ചുകൂടി മനസ്സിലാക്കും. ഞാൻ ഒരു കമൻറ്റും ഡിലീറ്റ് ചെയ്ത് കളയാറില്ല. എല്ലാവർക്കും മാക്സിമം റിപ്ലൈ കൊടുക്കുകയാണ്, അറിയാമെന്നുള്ളതുപോലെ റിപ്ലൈ കൊടുക്കുകയാണ് ചെയ്യുന്നത്. പുതിയ പോയിന്റുകൾ നമുക്ക് കിട്ടാറുണ്ട്, പുതിയ എക്യുപ്മെൻറ്റ്സിൻ്റെ പേര് കിട്ടാറുണ്ട്, ഇതെല്ലാം നമുക്ക് ചെയ്യാറുണ്ട്. അതുകൊണ്ട് നമുക്ക് ഒരുമിച്ച് നിങ്ങളിൽ ഒരാളായി നമ്മുടെ ഈ പോർട്ടൽ വന്ന് കണ്ടാൽ എങ്ങനെ ഇരിക്കും എന്നാണ് ഞാൻ ഈ വീഡിയോയിലൂടെ കാണിച്ചു തരുന്നത്. ഇപ്പോൾ നമുക്ക് കാണാൻ സാധിക്കുന്നത് നമ്മുടെ നേരത്തെ വന്ന ബൈ റോഡ്, പണ്ട് മുതലേ നമ്മൾ ഈ ബൈ റോഡിലൂടെയാണ് വണ്ടി ഓടിച്ചു പോയി. ഇതിൻ്റെ ഓരോ വർക്ക് അപ്ഡേഷനും ഇഞ്ച് ബൈ ഇഞ്ച് നിങ്ങൾക്കറിയാം, തുടക്കം മുതൽ ഇതിലൂടെയാണ് പോകുന്നത്. ഈ ബൈ റോഡ് ഇല്ലെങ്കിൽ വളരെ ബുദ്ധിമുട്ടായിരിക്കും നമുക്ക് വീഡിയോ ഷൂട്ട് ചെയ്യാനും നമ്മുടെ ഈ വർക്കും കുറച്ചൊരു ഫാസ്റ്റായിട്ട് പോകാൻ ബുദ്ധിമുട്ട് തന്നെയായിരിക്കും. ബൈ റോഡ് ഉള്ളത് കൊണ്ടാണ് അത് സാധിക്കുന്നത്.
അതുകൊണ്ട് ഇനിയും ആ സപ്പോർട്ട് തീർച്ചയായിട്ടും ഇതിലെന്തെങ്കിലും ഞാൻ ലൈവ് റെക്കോർഡിൽ പറയും തെറ്റുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഇത് കമൻ്റായിട്ട് വരണം. ലൈവ് റെക്കോർഡിംഗ് ആയതുകൊണ്ട് തെറ്റായി പോകുന്നത് അത് പല കാര്യങ്ങളും ചിലപ്പോൾ നമുക്ക് അറിയില്ലായിരിക്കും. അത് ഈ കമൻറ്റിലൂടെ വരുമ്പോഴാണ് നമ്മൾ മനസ്സിലാക്കുന്നോട് ചെയ്യുന്നത്. അതുകൊണ്ട് ഒരു കമൻറ്റ് ഞാൻ ഡിലീറ്റ് ചെയ്ത് കളയാറില്ല. ഇപ്പോൾ ഈ ഭാഗത്തെ ഇൻ്റർലോക്കിൻ്റെ വർക്കുകളെല്ലാം ഇവിടെ കഴിഞ്ഞിട്ടുണ്ട്. കാരണം റോഡിൻ്റെ ഇരുവശങ്ങളിൽ ഇൻ്റർലോക്ക് കഴിഞ്ഞിട്ടുണ്ട്. ഈ ഭാഗത്തിന് കുറച്ച് കംപ്ലീറ്റ് ചെയ്യാൻ നമുക്ക് മുന്നോട്ട് പോയാലേ മാത്രമേ മനസ്സിലാക്കുകയുള്ളൂ. സെൻട്രലിലൂടെയുള്ള കേബിളിൻ്റെ വർക്കുകളിന് ആവശ്യമായിട്ടുള്ള ഈ പറയുന്ന ഫൗണ്ടേഷൻ്റെ വർക്കുകൾ നടക്കുന്നുണ്ട്. അപ്പോൾ ഇനി ഇവിടെ നടക്കേണ്ടത് നമ്മുടെ കേബിളിൻ്റെ വർക്കുകൾ കംപ്ലീറ്റ് ചെയ്യാനുണ്ട്. ആ പോൾ എടുത്ത് വെക്കാനുണ്ട്. കാരണം ഇത് കോൺക്രീറ്റ് കഴിഞ്ഞാൽ 1-2 ദിവസം കൊണ്ട് തന്നെ അല്ലെങ്കിൽ ഒരാഴ്ച കൊണ്ട് തന്നെ ഈ പോൾ വളരെ വേഗം ഫിക്സ് ചെയ്ത് വെക്കുന്നതാണ്. എന്നിട്ട് അത് മാത്രമല്ല അതിലേക്ക് കണക്ഷൻ കൊടുക്കാനും വളരെ ഫാസ്റ്റായിട്ട് പോകും. കാരണം തൊട്ട് മുന്നേ നമ്മൾ ആ വർക്കുകളെല്ലാം കണ്ടിട്ടുണ്ടായിരുന്നു. പോർട്ടിൽ നിന്ന് വരുമ്പോൾ തന്നെ ഫസ്റ്റ് ബ്രിഡ്ജിന് മുന്നേ വരെ ഈ പോൾ വെച്ച് ലൈറ്റ് എല്ലാം കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. ആ വർക്കുകൾ നടക്കുന്ന സമയത്ത് നമ്മൾ വീഡിയോ ഷൂട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഓരോ ആഴ്ചയിലും വളരെ ഫാസ്റ്റായിട്ടാണ് ഈ ഇലക്ട്രിക്കൽ വർക്കുകൾ നടന്നു പോകും നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്നു. അതുപോലെ തന്നെ ഈ വർക്കും ഇവിടെ കംപ്ലീറ്റ് ചെയ്യും. നമുക്ക് കുറച്ച് മുന്നോട്ട് പോയാലേ ഇതെല്ലാം മനസ്സിലാക്കാനായി സാധിക്കും. കാരണം ഡീറ്റെയിൽ വർക്ക് അപ്ഡേഷൻ ആയതുകൊണ്ട് ഈ പൊരി വെയിലത്തും നമ്മൾ ഓരോ വർക്കും ഇഞ്ച് ബൈ ഇഞ്ച് കാണിക്കാനായി ശ്രമിക്കുന്നു. പലപ്പോഴും നമ്മൾ പല കാര്യങ്ങൾ വിട്ടു പോകാറുണ്ട്. അത് തീർച്ചയായിട്ടും നിങ്ങൾ കമൻറ്റിലൂടെ നൽകും എന്ന് തന്നെയാണ് വിശ്വസിക്കുന്നത്. ഇനി നമുക്ക് കുറച്ച് മുന്നോട്ട് പോയാൽ നമ്മൾ നേരത്തെ കണ്ട ജനറേറ്റർ അവിടെ തന്നെ ഉണ്ട്. അതുമാത്രമല്ല ഇൻ്റർലോക്ക് ആ ഭാഗത്തെല്ലാം ഡംപ് ചെയ്തിരിക്കുന്നത് കാണാൻ സാധിക്കും. നമ്മൾ തൊട്ടപ്പുറത്തെ റോഡിലൂടെ അതായത് 4 വരി പാതയിൽ മറുവശത്തൂടെ റോഡിൽ ആ എക്സ്കവേറ്ററൊക്കെ ഉള്ള ആ റോഡിലൂടെ വന്നെങ്കിൽ തിരിച്ചു പോകുമ്പോൾ ഈ റോഡിൽ അതായത് റോഡിൻ്റെ ഇരുവശങ്ങളിലായിട്ട് ബൈ റോഡ് ഉണ്ടല്ലോ, ബൈ റോഡ് തീർച്ചയായിട്ടുമുള്ള റോഡിൻ്റെ സൈഡിലൂടെയാണ് ഇപ്പോൾ നമ്മൾ ലിങ്ക് റോഡിൻ്റെ സൈഡിലൂടെയാണ് ഇപ്പോൾ നടക്കുന്നത്. ലിങ്ക് റോഡിൻ്റെ അകത്തൂടെയാണ് നമ്മൾ നടക്കുന്നത്. നമുക്ക് ഈ ഭാഗത്താണ് ഇനി ഇൻ്റർലോക്ക് ഇട്ട് വളരെ കുറച്ച് ദൂരം മാത്രമാണ് ഇൻ്റർലോക്ക് ഇട്ട് ഇനി കംപ്ലീറ്റ് ചെയ്യേണ്ടത് എന്നാണ് നമുക്ക് മനസ്സിലാക്കുന്നത്. നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് മുന്നോട്ട് പോകാം. മുന്നോട്ട് പോകുമ്പോൾ എത്ര മീറ്ററാണ് ഇനി കംപ്ലീറ്റ് ചെയ്യേണ്ടതെന്ന് നമുക്ക് തീർച്ചയായിട്ടും കണ്ടു മനസ്സിലാക്കാനായി സാധിക്കും. ഏകദേശം 3 ആഴ്ച കൊണ്ടുള്ള വേരിയേഷനാണ് നമ്മൾക്ക് കാണുന്നത്. നമ്മൾ വീഡിയോ എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ അവസാന വീഡിയോ അപ്ലോഡ് ചെയ്ത ദിവസം വരെ നമുക്ക് ആ ഇതെന്നും അതായത് ഈ പറയുന്ന പ്ലേലിസ്റ്റ് ഒന്ന് കണ്ട് മനസ്സിലാക്കാം. ഇതുവരെയാണ് ഇപ്പോൾ ഇൻ്റർലോക്ക് ഇട്ട് കംപ്ലീറ്റ് ചെയ്യേണ്ടത്. ഏകദേശം ഇനി ഒരു 10-20 മീറ്റർ മാത്രമേ ഉള്ളൂ. കണ്ടോ ഇൻ്റർലോക്ക് ഫിക്സ് ചെയ്യാൻ ആവശ്യമായിട്ടുള്ള ഫിനിഷിംഗ് ഒക്കെ ഹെവി മെഷീൻസ് ഉപയോഗിച്ച് ചെയ്തിട്ടുണ്ട്. ബാക്കിയുള്ള പോർഷൻസ് എല്ലാം ഇൻ്റർലോക്ക് ഇട്ട് കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞിരിക്കുന്നു. ഇനി വളരെ കുറച്ച് മീറ്ററാണ് നമ്മൾ ഈ കാണുന്ന ഫില്ല് ചെയ്ത ഭാഗത്ത്, അതായത് 2 ബ്രിഡ്ജിൻ്റെ ഇടയ്ക്ക് ആ കുളവും ചെളിയുമായിരുന്ന സ്ഥലങ്ങളെല്ലാം മാറ്റി ജിയോ ഗ്രിഡും ജിയോ ക്ലോത്തും ഇട്ട് അല്ലെങ്കിൽ ഏറ്റവും മേളിൽ ജിയോ സെല്ല് വരെ ഇട്ട് കംപ്ലീറ്റ് ചെയ്ത് ഇതുവരെ എത്തിയ ഭാഗത്ത് ഇനി ഒരു 10-20 മീറ്റർ മാത്രമാണ് 15-20 മീറ്റർ മാത്രമാണ് ഇനി ഇൻ്റർലോക്ക് ഇട്ട് കംപ്ലീറ്റ് ചെയ്യേണ്ട. ബാക്കി എല്ലാ വർക്കുകളും കംപ്ലീറ്റ് ചെയ്തിട്ട് നമുക്ക് കാണാൻ സാധിക്കും. ഇപ്പോൾ വർക്ക് നടക്കുന്നില്ല എന്നല്ല, വർക്ക് നടക്കുന്നുണ്ട് എന്ന് തന്നെ മനസ്സിലാക്കുക. കാരണം വളരെ സ്ട്രോങ് ആയിട്ടും പെർഫെക്റ്റ് ആയിട്ടുമാണ് ഇവിടുത്തെ വർക്കുകൾ നടക്കുന്നത്. അതിനനുസരിതമായി നമ്മുടെ പോർട്ടിൽ നിന്നുള്ള അതായത് അദാൻ്റെ ഭാഗത്തു നിന്നുള്ള എഞ്ചിനീയേഴ്സ് സ്ട്രിക്റ്റ് ആയിട്ട് തന്നെയാണ് ഇവിടെ കൺട്രോൾ നടത്തുന്നത്. അത് മാത്രമല്ല അതും നമ്മുടെ ഈ വർക്ക് നടത്തുന്ന സൂപ്പർവൈസറും നമ്മുടെ അദാനിയുടെ എഞ്ചിനീയേഴ്സും നല്ലൊരു കോർഡിനേഷൻ ഉള്ളത് കൊണ്ട് തന്നെയാണ് ഈ വളരെ പെർഫെക്റ്റ് ആയിട്ട് ഈ വർക്കുകളെല്ലാം നടന്നു പോകുന്നത്. നമുക്ക് ഓരോ വീഡിയോ ഒന്നും തീർച്ചയായിട്ടും കണ്ട് മനസ്സിലാക്കാനായി സാധിക്കും. ആ ഒരു വീഡിയോ ആണ് നമ്മുടെ മുന്നിൽ. ഇപ്പോൾ നമ്മൾ കണ്ട 2 ബ്രിഡ്ജിൻ്റെ അതായത് പോർട്ടിൽ നിന്ന് വരുമ്പോഴുള്ള ബ്രിഡ്ജും NH-ൽ നിന്ന് വരുമ്പോഴുള്ള ബ്രിഡ്ജിൻ്റെയും ഇടയിലൂടെയുള്ള ഫില്ലിംഗ് ആണ് ഇപ്പോൾ പൂർണ്ണമായിട്ട് നമ്മൾ കണ്ട് മനസ്സിലാക്കി. ഇനി നമുക്ക് ഡ്രെയിനേജ് സിസ്റ്റത്തിലേക്ക് പോകണം. അതുമാത്രമല്ല നമ്മുടെ ഈ പറയുന്ന ലിങ്ക് റോഡിൻ്റെ സൈഡിലൂടെ ചെറിയ ബൈ റോഡ് ഉണ്ട്. അപ്പോൾ ആ ബൈ റോഡിൻ്റെ വർക്കുകൾ എന്തോ കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. അതുമാത്രമല്ല ഡ്രെയിനേജിൻ്റെ വർക്കുകൾ ഇവിടെ എന്തൊക്കെ നടക്കുന്നുണ്ട്. ഇതൊക്കെ പുതിയതായിട്ട് കാണുന്ന വർക്കുകൾ. നേരത്തെ നമ്മൾ ഈ കാണുന്ന ഇത്രത്തോളം ഡ്രെയിനേജിൻ്റെ വർക്കുകളൊന്നും നടന്നിട്ടില്ലായിരുന്നു. 2-3 ആഴ്ച കൊണ്ട് 1-2 ആഴ്ച കൊണ്ടുവന്ന വലിയ മാറ്റമാണ് നമ്മൾ ഈ കാണുന്നത്. ഇതായി സൈഡിലുള്ള ഡ്രെയിനേജ് വർക്കാണ്. നമുക്ക് കുറച്ച് മുന്നോട്ട് പോയിട്ട് ഇവിടെ മൊത്തം ചെളിയാണ്. കാരണം മഴ പെയ്തിട്ടുണ്ട്. മഴ ഓരോ അരമണിക്കൂർ കൂടുമ്പോഴുള്ള മഴയാണ്. ചെറിയൊരു ഗ്യാപ്പിൽ വെയിലും ഉടൻ തന്നെയുണ്ട്. ഈ വെയിൽ വന്ന ഗ്യാപ്പിലാണ് കുറച്ച് മഴ നനഞ്ഞാൽ ഒതുങ്ങി നിന്നിട്ടാണ് അടുത്ത് ഈ വെയിൽ വന്ന ഗ്യാപ്പിൽ വീഡിയോ ഷൂട്ട് ചെയ്യുന്നുണ്ടോ. ഇവിടെ ഡ്രെയിനേജ് വളരെ വീതിയിലുള്ള ഡ്രെയിനേജ്, എത്ര മീറ്ററാണെന്ന് കറക്റ്റായിട്ട് എനിക്കറിയില്ല. എന്നാൽ ഉദ്ദേശം നമുക്ക് 1-2 മീറ്റർ കാണുമായിരിക്കും ഇതിൻ്റെ വീതി എന്ന് പറയുന്നത്. കണ്ടോ അത്രയും വീതിയിലായതുകൊണ്ട് 1 മീറ്റർ മുകളിൽ കാണുമായിരിക്കും. ഒരു ഡ്രെയിനേജ് സിസ്റ്റം നമുക്ക് കാണാൻ സാധിക്കും. ഈ ഡ്രെയിനേജ് സിസ്റ്റത്തിൻ്റെ സ്റ്റാർട്ടിംഗ് പോയിന്റ് നമ്മൾ ആ ലിങ്ക് റോഡിൻ്റെ സൈഡിൽ നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്നു. ആ ഡ്രെയിനേജിൻ്റെ എല്ലാ ഔട്ട്പുട്ട് ഇതിലൂടെയാണ് വരുന്നുണ്ടോ. വെള്ളം ഇപ്പോൾ തന്നെ ഒലിച്ചു വരുന്നുണ്ട്. കാരണം വയലും ചെളിയുമാണ്. ചെറിയൊരു മഴ പെയ്താലും ധാരാളം വെള്ളം വരുന്നത് കൊണ്ട് തന്നെ നമ്മൾ അഡ്വാൻസ് ആയിട്ടാണ് ഓരോ കാര്യങ്ങളും ഇവിടെ ചെയ്യുന്നത്. നമുക്കറിയാം ഇത്രത്തോളം വെള്ളം ഇവിടെ വരും. അതിനനുസരിച്ചുള്ള വർക്കുകളാണ് ഇവിടെ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. നമുക്ക് വളരെ വ്യക്തമായിട്ട് കണ്ട് മനസ്സിലാക്കാനേ സാധിക്കും. നമുക്ക് മുന്നോട്ട് പോകണ്ട. ഇവിടെ എല്ലാം വെള്ളവും ചെളിയുമാണ് ഈ പ്ലേസിലെല്ലാം. പക്ഷേ നിങ്ങളെപ്പോലെ എനിക്കും ഒരു ക്യൂരിയോസിറ്റി ഉണ്ട്. ചുമ്മാ റോഡിൽ കൂടി മാത്രം നടന്നു പോയിട്ട് അവിടെ ഇങ്ങനെയാണ് നടക്കുന്നത് പറയാൻ എനിക്ക് സാധിക്കുന്നില്ല. നമ്മുടെ വർക്ക് കാണുന്നവർക്ക് എല്ലാവർക്കും അറിയാം. തമ്പാൻ്റെ വീഡിയോ എല്ലാം ഡീറ്റെയിൽ അപ്ഡേഷൻ എടുക്കുന്നെങ്കിൽ ഡീറ്റെയിൽ ആയിട്ട് തന്നെ അതിൽ കാണാനായി സാധിക്കും എന്ന് തന്നെ അറിയാമെന്നുള്ളത് കൊണ്ടാണ് നമ്മുടെ വീഡിയോ എല്ലാവരും തന്നെ ഡീറ്റെയിൽ അപ്ഡേഷനായിട്ട് കാണുന്നത്. അതുകൊണ്ട് നമ്മൾ ഓരോ വർക്കും
നമ്മളെ കൊണ്ട് പറ്റുന്ന വിധത്തിൽ, പറ്റാത്ത വിധത്തിൽ പറ്റില്ല, പറ്റുന്ന വിധത്തിൽ ഡീറ്റെയിൽ ആയിട്ട് കാണിക്കുകയും എക്സ്പ്ലെയിൻ ചെയ്യുകയും ചെയ്യും. അതിൽ തെറ്റ് വരാറുണ്ട്. തെറ്റ് വരുമ്പോൾ തീർച്ചയായിട്ടും, തെറ്റെന്ന് വെച്ചാൽ വളരെ ലൈവ് റെക്കോർഡിങ്ങിൽ ചിലപ്പോൾ തെറ്റ് വരും, ചിലപ്പോൾ നമ്മൾ പറയുന്നതിൽ തെറ്റ് വരുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും കമൻറ്റിലൂടെ തന്നെ നമ്മളത് ക്ലിയർ ചെയ്ത് പോകും. കമൻറ്റിലൂടെ പലർക്കും ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ എഞ്ചിനീയേഴ്സും കോൺട്രാക്ടർമാരും വർക്കിംഗ് സ്റ്റാഫുകളും ധാരാളം നമ്മുടെ വീഡിയോ കാണുന്നുണ്ട്. അവർ തന്നെ അത് ക്ലിയർ ചെയ്ത് ഈ വർക്ക് ഇങ്ങനെയല്ല, ഇങ്ങനെയാണ് നടക്കുന്നത് എന്നുകൂടി പറഞ്ഞു തന്ന് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. അങ്ങനെ 20ാമത്തെ അപ്ഡേഷനാണ് നമ്മളിപ്പോൾ ഈ പറയുന്ന ലിങ്ക് റോഡിൻ്റെ മാത്രമായിട്ട് എടുക്കുന്നത്. അതുകൊണ്ട് നമ്മളെ വീഡിയോ കാണുന്ന പ്രേക്ഷകർക്ക് ഏകദേശം ഈ ലിങ്ക് റോഡിൻ്റെ വർക്ക് അപ്ഡേഷൻ തീർച്ചയായിട്ടും വോയിസിലൂടെയും വീഡിയോയിലൂടെയും കണ്ട് മനസ്സിലാക്കാനായി സാധിക്കും എന്ന് തന്നെയാണ് വിശ്വസിക്കുന്നത്. നമുക്ക് മുന്നോട്ട് പോയി കഴിഞ്ഞാൽ ഇനി അടുത്തുള്ളൊരു ടെമ്പിളാണ്. ഈ ടെമ്പിളിൻ്റെ സ്ഥലത്താണ് നമ്മുടെ പോർട്ടിൽ നിന്ന് വരുമ്പോഴുള്ള ആദ്യ ബ്രിഡ്ജും നമ്മുടെ NH-ൽ നിന്ന് വരുമ്പോഴുള്ള രണ്ടാമത്തെ ബ്രിഡ്ജും. ഇപ്പോൾ നമ്മൾ NH-ൻ്റെ ഭാഗത്തു നിന്നാണല്ലോ വരുന്നത്. അപ്പോൾ കാണുന്ന രണ്ടാമത്തെ ബ്രിഡ്ജാണ് കാണുന്നത്. കണ്ടോ, ഇവിടെയെല്ലാം കുറച്ച് അടുത്തോട്ട് പോകുമ്പോൾ ഡ്രെയിനേജ് സിസ്റ്റത്തിന് ആവശ്യമായിട്ടുള്ള കണ്ടോ വർക്കുകൾ ഇവിടെ നടക്കുന്നുണ്ട്. അതുമാത്രമല്ല ഹെവി പമ്പ് ഉപയോഗിച്ച് വെള്ളം പമ്പ് ചെയ്ത് കളയുന്നുണ്ട്. അതിപ്പോൾ മഴ വന്നാലും ഇല്ലെങ്കിലും ഇവിടെ വെള്ളം ധാരാളമായിട്ടുള്ളത് നമ്മൾ പഴയ വീഡിയോയിൽ കണ്ടുണ്ട്. ഇത് ആദ്യമായിട്ടല്ല. അപ്പോൾ എത്ര മഴ വന്നാലും വെള്ളം കൂടുന്നതനുസരിച്ച് പമ്പ് ചെയ്ത് കളഞ്ഞിട്ട് വർക്ക് നടക്കും. അങ്ങനെയാണ് ഇവിടുത്തെ എല്ലാ വർക്കുകളും നടന്നുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ടാണ് നമ്മൾ പലരും പറയുന്നുണ്ട് യുദ്ധകാലാടിസ്ഥാനത്തിൽ വളരെ ഫാസ്റ്റായിട്ടൊക്കെ നടക്കുമെന്ന് പറയുമ്പോൾ ഇങ്ങനെ കുറച്ച് പ്രതിസന്ധികൾ നമുക്കുണ്ട്. അത് ഓവർകം ചെയ്തിട്ടാണ് നമ്മൾ ഈ വർക്കെല്ലാം ഫാസ്റ്റായിട്ട് മുന്നോട്ട്. അതുകൊണ്ടാണ് നമ്മൾ ഫാസ്റ്റ് എന്ന് പറയുന്നതോടൊപ്പം ഇതേപോലെ പ്രതിസന്ധികളെല്ലാം നമ്മൾ ഓവർകം ചെയ്തിട്ടാണ് ഈ വർക്കുകൾ മുന്നോട്ട്, നമ്മുടെ ലിങ്ക് റോഡിൻ്റെ വർക്കുകളെല്ലാം മുന്നോട്ട് പോകുന്നത്. ഇപ്പോൾ നമ്മൾ ഈ കാണുന്ന ഈ പോർഷൻ, അതായത് NH-66 എന്ന് വരുമ്പോഴുള്ള ഈ ബ്രിഡ്ജ് നമുക്കിവിടെ കാണാൻ സാധിക്കും. ഈ ബ്രിഡ്ജാണ് പോർട്ടിൽ നിന്ന് വരുമ്പോഴുള്ള ആദ്യ ബ്രിഡ്ജും NH നിന്ന് വരുമ്പോൾ രണ്ടാമത്തെ ബ്രിഡ്ജുമാണ് ഇപ്പോൾ നമ്മൾ കണ്ടത്. ഇത്രയും പോർഷനാണ് നമ്മളിപ്പോൾ ഡീറ്റെയിൽ ആയിട്ട് അപ്ഡേഷൻ എടുത്തുള്ള ഈ സൈഡിലൂടെയുള്ള പിന്നെ ലിങ്ക് റോഡിൻ്റെ സൈഡിലുള്ള ബൈ റോഡിൻ്റെ ഏകദേശം വർക്കുകൾ ക്ലീൻ ആയിക്കൊണ്ടിരിക്കുന്ന വർക്കുകൾ, പിന്നെ നമ്മളെ ഈ പറയുന്ന ഡ്രെയിനേജിൻ്റെ വർക്കുകൾ, ഇതൊക്കെയാണ് ഇവിടെ ഇപ്പോൾ നടക്കുന്ന. ആ വർക്കുകളെല്ലാം ഏകദേശം കംപ്ലീറ്റ് ആയിക്കൊണ്ട് തന്നെ ഇരിക്കുന്നു എന്ന് തന്നെ മനസ്സിലാക്കാം. വളരെ കുറച്ച് വർക്കാണ് നമ്മളെ ഫില്ലിങ്ങിൻ്റെ ഇടയിൽ വരുന്നത്. അതായത് ഈ നേരത്തെ പറഞ്ഞ കുളമാറ്റി കിടന്ന സ്ഥലത്ത് ഫില്ലിങ്ങിൻ്റെ ഇടയിൽ വരുന്ന വർക്കുകളെല്ലാം കംപ്ലീറ്റ് ചെയ്യാനുണ്ട്. ഇനി വളരെ കുറച്ച് വർക്കുകൾ മാത്രമല്ല. ഇൻ്റർലോക്ക് വർക്ക് കഴിഞ്ഞാൽ ഡ്രെയിനേജിൻ്റെ വർക്കും നമ്മൾ ഇലക്ട്രിക്കൽ ഫിറ്റിങ്സ് മീൻസ് ഈ പറയുന്ന ഒക്ടാപോൾ ആണെന്ന് തോന്നുന്നു. ആ പോളെടുത്ത് വെച്ച് കണക്ഷൻ ആയി കഴിഞ്ഞാൽ ഈ പോർഷൻ്റെ വർക്കുകളെല്ലാം കഴിഞ്ഞു. അതായത് ഏകദേശം നമ്മൾ ഈ പറഞ്ഞ ബ്രിഡ്ജ് വരെയുള്ള രണ്ടാമത്തെ പോർട്ടിൽ നിന്ന് വരുമ്പോൾ രണ്ടാമത്തെ ബ്രിഡ്ജ് എന്ന് പറയുന്നത് 1500 മീറ്ററോളം ഏകദേശം കംപ്ലീറ്റ് ചെയ്യുന്നു. ഇനിയുള്ള ബ്രിഡ്ജ് കഴിഞ്ഞിട്ട് 150 മീറ്ററാണ് ഇനി നമുക്ക് ഈ പറയുന്ന നേരത്തെ പറഞ്ഞ പോലെ റിട്ടേണിംഗ് വാളിൻ്റെ വർക്കുകൾ നടക്കുന്നത്. അതിൻ്റെ ഫൗണ്ടേഷൻ നമ്മൾ തൊട്ട് മുന്നേ കണ്ടുണ്ടായിരുന്നു. അപ്പോൾ ആ വർക്ക് കൂടി കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് വളരെ ഫാസ്റ്റായിട്ട് നമുക്ക് ഈ അണ്ടർപാസിലേക്ക് ഈ പറയുന്ന വർക്കുകൾ എത്തിക്കാനായി സാധിക്കുന്നതാണ്. ആ വർക്കുകളാണ് ഇപ്പോൾ നടക്കുന്ന. മഴയും ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, ഇനി കാലാവസ്ഥ മാറിയിട്ടുണ്ട്. അപ്പോൾ ചോദിക്കും നേരത്തെ തന്നെ വർക്ക് കംപ്ലീറ്റ് ചെയ്യും ചോദിച്ചാൽ, ഈ വർക്ക് തുടങ്ങിയതിന് ശേഷം ഇപ്പോൾ വർക്ക് നടക്കുന്നുണ്ട്, വേറെ കുഴപ്പമൊന്നുമില്ല. അത് മാത്രമല്ല നമ്മൾ നേരത്തെ കണ്ട വർക്ക്, അതായത് നേരത്തെ കണ്ട വർക്ക് എന്ന് പറയുമ്പോൾ നമ്മുടെ 150 മീറ്റർ കംപ്ലീറ്റ് ചെയ്യുന്നതോടൊപ്പം തന്നെ നമ്മുടെ കണ്ടെയ്നർ ലോറികൾക്ക് NH-66ലേക്ക് പ്രവേശിക്കുന്നതിന് ആവശ്യമായിട്ടുള്ള 1000 മീറ്റർ വർക്ക് സൈഡിലായിട്ടുണ്ട്. കാരണം വേറെ വർക്കല്ല അത്. നമ്മുടെ എനിക്ക് തോന്നുന്നു ബൈ റോഡ്, കണ്ടെയ്നർ റോഡും ബൈ റോഡ് ഇപ്പോൾ നിലവിലുണ്ട്. ആ ബൈ റോഡ് ഒന്നിൽ കൺവേർട്ട് ചെയ്ത് കണ്ടെയ്നറുകൾക്ക് മാത്രം പോകാൻ പറ്റുന്ന രീതിയിലും സാധാരണക്കാർക്ക് വണ്ടി കൊണ്ടുപോകാൻ പറ്റുന്ന രീതിയിൽ ബൈ റോഡ്, അങ്ങനെ 2 റോഡുകൾ ലിങ്ക് ചെയ്യുന്ന ഭാഗം വരെ ഫുള്ളല്ല. എവിടെയാണോ കണ്ടെയ്നർ ലോറി നമ്മൾ NH-66ലേക്ക് കയറോ അതിന് കണ്ടെയ്നർ ലോറിക്ക് വളരെ സുഗമമായിട്ട് പോവേണ്ട ആ ഒരു റോഡ് കൂടി അതിലൂടെ അഡീഷണലായിട്ട് ഉണ്ടാകും എന്നാണ് നമുക്ക് അറിയാനായി സാധിക്കുന്നത്. അതുകൊണ്ടാണ് ആ വർക്ക് അങ്ങനെ പോകുന്നത്. അപ്പോൾ വളരെ ഫാസ്റ്റായിട്ട് ആ വർക്കുകളെല്ലാം നടക്കുന്നുണ്ട്. അവിടെ എല്ലാം ക്ലീൻ ചെയ്ത് നമുക്ക് കാണാൻ സാധിക്കും. ഇനി നമുക്ക് സ്ഥിരമായിട്ട് നമ്മൾ പോകുന്ന പോലെ ഇനി നമുക്ക് ഈ പറയുന്ന ഇപ്പോൾ നമ്മുടെ NH-66 എന്ന് വരുമ്പോൾ ഉള്ള രണ്ടാമത്തെ ബ്രിഡ്ജിലേക്കാണ് ഇപ്പോൾ കയറിയുള്ളത്. രണ്ടാമത്തെ ബ്രിഡ്ജിൻ്റെ ഇപ്പം നമ്മൾ ഈ കാണുന്ന രണ്ടാമത്തെ ബ്രിഡ്ജിൻ്റെ എൻഡ് പോർഷനാണ് കാണുന്നത്. അതുവരെ 1200 മീറ്ററാണ് ഉള്ളത്. നമുക്കെല്ലാവർക്കും ഓർമ്മ 1200 മീറ്റർ 300 മീറ്റർ വരെ ഫില്ലിങ്ങും ആ ബ്രിഡ്ജിൻ്റെ ഫില്ലിങ് മാത്രമാണ് അപ്പോൾ 300 മീറ്റർ വരുന്നത്. നമ്മൾ ഈ കാണുന്ന ബ്രിഡ്ജ്, ഇതാ അമ്പലം നമുക്കിവിടെ കാണാൻ സാധിക്കുന്നുണ്ടോ. ഇതാണ് നമ്മുടെ അമ്പലം. നമ്മൾ നേരത്തെ മുതലേ ഈ അമ്പലത്തിൻ്റെ സൈഡിലുള്ള വിഷ്വലെല്ലാം നമ്മൾ വീഡിയോ ഷൂട്ട് ചെയ്യുന്നുണ്ട്. നമ്മൾ ഈ കാണുന്ന ഈ ബ്രിഡ്ജ്, ഇതൊരു ബ്രിഡ്ജാണ് നമ്മൾ ഈ കാണുന്നത്. നമ്മുടെ NH എന്ന് വരുമ്പോഴുള്ള രണ്ടാമത്തെ ബ്രിഡ്ജാണ്. ഈ രണ്ടാമത്തെ ബ്രിഡ്ജും പോർട്ടിൽ നിന്ന് വരുമ്പോൾ ആദ്യത്തെ ബ്രിഡ്ജും വരെ 1200 മീറ്ററാണ് നമ്മൾ ഈ പറയുന്ന സാറ്റലൈറ്റ് വ്യൂ ആയ സെന്റിനൽ ഹബിൽ നിന്നുള്ള മെഷർമെൻറ്റ് നമ്മൾ നേരത്തെ തന്നെ എടുത്തിട്ടുണ്ടായിരുന്നു. ആ മെഷർമെൻറ്റ് ബേസിലാണ് ഈ 1200 മീറ്ററും 1500 മീറ്റർ എന്ന് പറയുന്നത്. കറക്റ്റ് തന്നെയാണ്, പല മെഷർമെൻറ്റും പെർഫെക്റ്റ് ആണ്. അതുകൊണ്ടാണ് അങ്ങനെ പറയുന്നത്. ആകെ 1700 മീറ്ററിനുള്ള ഓരോ ഡിവൈഡ് ചെയ്ത് നമ്മൾ പറയുന്നത്, നമ്മൾ ഓരോ വർക്കും ഡീറ്റെയിൽ ആയിട്ട് അപ്ഡേഷൻ എടുക്കുന്നതിന് എത്ര മീറ്റർ കംപ്ലീറ്റ് ചെയ്യുന്നത് നമുക്ക് അറിയാനായി തീർച്ചയായിട്ടും സാധിക്കും. നമ്മളെ വീഡിയോ കാണുന്ന എല്ലാവർക്കും അറിയാൻ സാധിക്കും.
അതുകൊണ്ടാണ് മെഷർമെൻറ്റ് ഇടുന്നത്. ഇപ്പോൾ നമ്മൾ ഈ കാണുന്ന ഈ വർക്കെല്ലാം നേരത്തെ തന്നെ കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. എന്നാലും നമുക്ക് ഒന്നുകൂടി നോക്കാം. നമുക്ക് സൈഡിൽ നമ്മൾ ഈ പറയുന്ന ഡബിൾ സ്റ്റീൽ ക്രാഷ് ഗാർഡിൻ്റെ വർക്കുകളെല്ലാം നേരത്തെ കംപ്ലീറ്റ് ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഈ റോഡിന് വർക്കുകളൊന്നും കംപ്ലീറ്റ് ഇല്ല എന്നാണ് അറിയാൻ സാധിക്കുന്നത്. പക്ഷേ ഈ ലിങ്ക് റോഡിൻ്റെ സൈഡിലൂടെയുള്ള ബൈ റോഡ് ഉണ്ടാകും. ആ പോർഷൻ എന്തായാലും നമുക്ക് കുറച്ച് മുന്നോട്ട് പോയാൽ അറിയാൻ സാധിക്കും. നമുക്ക് കുറച്ച് മുന്നോട്ട് പോകാം. ഇവിടുത്തെ നമ്മൾ ഈ കാണുന്ന ലൈറ്റ്സ് ഒക്കെ എനിക്ക് തോന്നുന്നു ഒക്ടാപോളാണെന്ന് തോന്നുന്നു. ഒക്ടാപോളിലെ ലൈറ്റ് എല്ലാം പൂർണ്ണമായിട്ടും കംപ്ലീറ്റ് ചെയ്ത് ഇതിൻ്റെ വർക്ക് ആവുന്നുണ്ട്. കാരണം രാത്രിയിൽ ഇവിടെ വന്ന് നമ്മളൊരിക്കൽ വീഡിയോ ചെയ്തിട്ടുണ്ടെന്ന് ഓർമ്മയുണ്ടോ എന്നറിയില്ല. 2-3 ദിവസം, 2-3 ഒരാഴ്ച മുന്നേ നമ്മൾ വണ്ടിയുമായിട്ട് രാത്രി നമ്മൾ ഈ റോഡിലൂടെ കടന്നുപോയി. അപ്പോൾ ഈ ലൈറ്റ് എല്ലാം വളരെ ഭംഗിയായിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇനി ഇവിടെ വർക്കുകളൊന്നും ഈ പോർഷനിലൊന്നും വർക്ക് കംപ്ലീറ്റ് ചെയ്യാനില്ല. എല്ലാം കംപ്ലീറ്റ് ചെയ്തത് 1200 മീറ്റർ വരെ നേരത്തെ തന്നെ വർക്കുകൾ കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. 300 മീറ്റർ ഏകദേശം എനിക്ക് തോന്നുന്നു ഈ ഫില്ലിംഗ് ഒക്കെ പൂർണ്ണമായിട്ട് കഴിഞ്ഞു. അതായത് ഈ നമ്മുടെ പോർട്ടിൽ നിന്ന് പോകുമ്പോൾ രണ്ടാമത്തെ ബ്രിഡ്ജിൻ്റെ സ്റ്റാർട്ടിംഗ് പോയിന്റ് ഒരു 1500 മീറ്റർ കഴിഞ്ഞു. ഇനി അതിനുശേഷമുള്ള വർക്കുകളാണ് ഇനി നടക്കേണ്ടത്. അപ്പോൾ അത്രയും വർക്കുകളെല്ലാം കഴിഞ്ഞ് ഇനി നമുക്ക് ഇവിടെ വന്നിട്ട് ഈ സൈഡിലൂടെയുള്ള ഞാൻ നേരത്തെ പറഞ്ഞൊരു ബൈ റോഡിൻ്റെ വർക്ക് ഉണ്ടെന്ന് പറഞ്ഞില്ല, ആ ബൈ റോഡിൻ്റെ വർക്കുകൾ ഇവിടെ നടക്കുന്നുണ്ട്. നേരത്തെ നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്നു. ആ സൈഡ് ഇവിടെ എല്ലാം ഫിനിഷിംഗ് ആക്കിയിട്ടുണ്ടായിരുന്നു. നമുക്ക് നോക്കാം. കണ്ട ഈ വെള്ളക്കെട്ടുള്ളത് വേറെ ഒന്നും കൊണ്ടല്ല, മഴ ഇപ്പോൾ മഴ തോർന്നിട്ടേ ഉള്ളൂ. ആ തോർന്ന ഒരു ഗ്യാപ്പിലാണ് ഞാൻ വന്നിട്ടുള്ളത്. ഇപ്പോൾ വെയിലായിട്ടുണ്ട് നമുക്ക് വിചാരിക്കും, വെയിൽ കണ്ടാൽ അങ്ങനെ തോന്നുന്നില്ല. അതെ, നല്ല വെയിലും നല്ല മഴയുമാണ് ഇപ്പോൾ നിലവിലുള്ളത്. ഓരോ അരമണിക്കൂറുള്ള ഗ്യാപ്പിലാണ് ഈ മഴയും വെയിലും ഉള്ളത്. അതുകൊണ്ടാണ് ഞാൻ ധാരാളം നമ്മുടെ ഈ പറയുന്ന നാച്ചുറൽ സ്റ്റാൻഡ്, അതായത് നമ്മൾ ഡ്രഡ്ജ് ചെയ്ത മണൽ അവിടെ ഡംപ് ചെയ്തിട്ടുണ്ട്. കാരണം അപ്പോൾ ആ വർക്കും ബൈ റോഡിൻ്റെ വർക്കുകൾ ഇവിടെ സ്റ്റാർട്ട് ചെയ്ത് പോകുന്നുണ്ട്. അപ്പോൾ ഈ ലിങ്ക് റോഡിൻ്റെ വർക്ക് കംപ്ലീറ്റ് ചെയ്യുന്നതനുസരിച്ച് ബൈ റോഡിൻ്റെ വർക്കും കംപ്ലീറ്റ് ചെയ്യുമായിരിക്കാം. തീർച്ചയായിട്ടും നമുക്ക് ഓരോ വീഡിയോന്നും മുന്നോട്ട് പോകുന്ന ഓരോ വീഡിയോന്നും ആ അപ്ഡേഷൻ കണ്ട് മനസ്സിലാക്കാനായി സാധിക്കും. വർക്ക് നടന്നിട്ടുള്ള അപ്ഡേഷനാണ് നമ്മൾ തീർച്ചയായിട്ടും ഇടുന്നത്. ഇനി നമ്മൾ നേരെ പോകുന്ന പോർട്ടിലേക്കാണ് നമ്മൾ പോകുന്നത്. ഡ്രെയിനേജ് സിസ്റ്റത്തിൻ്റെ എൻഡ് പോർഷൻ ഈ റോഡിൻ്റെ ലെഫ്റ്റ് സൈഡിലായിട്ടുണ്ട്. അത് നമ്മൾ ഡ്രെയിനേജ് സിസ്റ്റത്തിൻ്റെ എൻഡ് പോർഷൻ നടന്ന സമയത്തും എങ്ങനെയാണ് അവിടെ കൂടി ആ പോർഷനിൽ നിന്നും ഫുള്ളായിട്ട് വെള്ളം പോകുന്നതെന്നല്ല നമ്മൾ വീഡിയോ ഷൂട്ട് ചെയ്തിട്ടുണ്ട്. കാണാത്തവർ പ്ലേലിസ്റ്റ് കയറി കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ഈ ഡ്രെയിനേജ് സിസ്റ്റത്തിൻ്റെ എൻഡ് പോർഷൻ നമുക്ക് അവിടെ നിന്ന് കാണാൻ സാധിക്കും. വലിയൊരു ക്രെയിനാണ് നമ്മുടെ മുന്നിലുള്ളത്. നമ്മൾ പലപ്പോഴായിട്ടതൊന്നും അധികം കാണാറില്ല. ഇതുപോലുള്ള വലിയ വലിയ വർക്കുകൾ നടക്കുന്ന സമയത്താണ് ഇതുപോലുള്ള ക്രെയിൻ വരുന്നത്. കാണുമ്പോൾ ഒരു ക്യൂരിയോസിറ്റി ഉണ്ട്. അത് ഇറങ്ങി നോക്കിയതാണ് കേട്ടോ. വലിയൊരു ക്രെയിൻ സിസ്റ്റം തന്നെയാണ് ഈ ഭാഗത്തുള്ളത്. നമുക്ക് ഇവിടെ വണ്ടി വെച്ചതിന് ശേഷം ആ ക്രെയിന് എന്താണെന്ന് നമുക്ക് അടുത്ത് നിന്ന് നോക്കാം. കാരണം നമ്മൾ അടുത്ത് ഏതായാലും ഒരു ക്രെയിനൊക്കെ ഉള്ളത് കൊണ്ട് നമുക്ക് എന്താ ഇത്രയും സാധാ ക്രെയിനിൽ നിന്നൊരു വ്യത്യാസമായിട്ടുള്ളൊരു ക്രെയിൻ, എനിക്ക് തോന്നുന്നു 200 ടണ്ണോളം കപ്പാസിറ്റിയുള്ള ക്രെയിനാണെന്നാണ് തോന്നുന്നത്. ഇവിടുത്തെ മാർക്കിംഗ് ഒന്നും കാണാനില്ല കേട്ടോ, ബാഡ്ജിങ് ഒന്നും കാണാനില്ല, എത്ര ടണ്ണാണ് കപ്പാസിറ്റി ഒന്നുമില്ല. എന്നാലും വലിയൊരു ക്രെയിനാകുന്നതുകൊണ്ട് 200 ടണ്ണോളം ഇതിന് കപ്പാസിറ്റി കാണും. അറിയാമെന്നുള്ളവർ തീർച്ചയായിട്ടും ഇത് എത്ര ടണ്ണിൻ്റെ കപ്പാസിറ്റിയാണ് എന്ന് മനസ്സിലാക്കണം ഒന്ന് കമൻ്റ് ആയിട്ട് ഇടുക. കാരണം ഇതെനിക്കൊന്ന് വലിയ ഹൈമാസ് ലൈറ്റും വലിയ സ്ലാബുകളൊക്കെ ഫില്ല് ചെയ്യുന്നതിന് വേണ്ടി ആയിരിക്കും. ചിലപ്പോൾ ഈ ഹൈമാസ് ലൈറ്റ് നമ്മുടെ മുന്നിൽ തൊട്ട് മുന്നേ കണ്ടൊരു വലിയൊരു ഹൈമാസ് ലൈറ്റ് ഉണ്ട്, അതെല്ലാം ഫിറ്റ് ചെയ്യുന്നതിന് വേണ്ടിയായിരിക്കും ഇതുപോലുള്ള ക്രെയിനുള്ള സപ്പോർട്ടിംഗ് ഉണ്ടോ, സപ്പോർട്ടിംഗ് ജാക്കി പോലുള്ള സെറ്റപ്പ്. ഇതിന് എനിക്ക് ടയറിലധികം പ്രഷർ കൊടുക്കാതിരിക്കാൻ വേണ്ടി പെർമനൻ്റ് ആയിട്ട് വണ്ടി നിർത്തിയിടുമ്പോൾ ഈ ലോഡ് ടയറിൽ പിടിക്കാതിരിക്കാൻ വേണ്ടിയായിരിക്കും ഇങ്ങനെ കൊടുത്തിട്ടുള്ളത്. അങ്ങനെ തന്നെ ആയിരിക്കാം ചിലപ്പോൾ. അതുമാത്രമല്ല ഈ ക്രെയിൻ വർക്കിംഗ് ആയ സമയത്തും സ്റ്റെബിലിറ്റിക്ക് വേണ്ടിയും ചിലപ്പോൾ ഇതുപോലുള്ള സപ്പോർട്ടിംഗ് സിസ്റ്റം കാണും. തൊട്ടടുത്ത് നിന്നുകൊണ്ട് ടയർ സൈസൊക്കെ നമുക്ക് വളരെ വ്യക്തമായിട്ട് മനസ്സിലാക്കാനായി സാധിക്കും. ഏറ്റവും അടുത്ത് വന്നതുകൊണ്ടാണ് ഇങ്ങനെ വീഡിയോ ഷൂട്ട് ചെയ്ത്, ഇതിൻ്റെയോടൊപ്പം കണ്ടതുകൊണ്ടാണ് വീഡിയോ ഷൂട്ട് ചെയ്തിട്ടുള്ളത്. കണ്ട വളരെ ചെറിയ ക്യാബിനാണ്, ക്രെയിൻ വലിയ ക്രെയിനാണ്, പക്ഷേ വളരെ ചെറിയൊരു ക്യാബിനാണ് നമുക്കിവിടെ കാണാൻ സാധിക്കുന്നത്. അതിൻ്റെ ഏറ്റവും മുന്നിലായിട്ട് നമുക്ക് തോന്നുന്നു ഈ ഒരു പോർഷനാണെന്ന് തോന്നുന്നു ഇതിൻ്റെ ബൂം എന്ന് പറയുന്നത്. ബൂം ഇങ്ങനെ റൈസ് ചെയ്ത് മുന്നോട്ട് പോകും. എത്ര മീറ്റർ ആണെന്ന് നമുക്കറിയില്ല, എന്നാലും വലിയ ഹൈറ്റിന് റൈസ് ചെയ്ത് മുന്നോട്ട് പോകാൻ സാധിക്കും. ഇതുപോലുള്ള ക്രെയിൻ ഉപയോഗിച്ചാണ് എനിക്ക് തോന്നുന്നു നമ്മുടെ പോർട്ടിൻ്റെ സൈഡിലായിട്ട് നമുക്കൊരു വർക്ക് നടക്കുന്നുണ്ടായിരുന്നു. ആ വർക്ക് നടക്കുന്ന സമയത്ത് ക്രെയിൻ ഉപയോഗിച്ച് സ്ലാബുകൾ എടുത്ത് പൊക്കി വയ്ക്കുന്നത് കണ്ടുണ്ടായിരുന്നു, വളരെ വളരെ ഹൈറ്റിൽ. അപ്പോൾ ഇതാണ് നമ്മൾ ആ ഹൂക്ക് ചെയ്യുന്ന ആ ഒരു പോയിന്റ്. ഇതിൻ്റെ പോയിന്റ് പുള്ളിയെന്ന് എനിക്കറിയില്ല, കറക്റ്റായിട്ട് അറിയില്ല. അപ്പോൾ അതിൻ്റെ പേര് അറിയാമെന്നുള്ളൊരു കമൻറ്റ് ഇടുക. ഇതെനിക്ക് തോന്നുന്നു നമ്മൾ നേരത്തെ പറഞ്ഞ ബൂം തന്നെ ആയിരിക്കാം. അതൊരു കാണാനൊരു ഭംഗിയുമുണ്ട്, അത് എത്രയും വലിപ്പമുണ്ട്. അതുകൊണ്ടാണ് ഞാനത് വീഡിയോ ഷൂട്ട് ചെയ്തത്. മാത്രമല്ല ഹെവി എക്യുപ്മെൻറ്റ്സ് കൊണ്ടുപോകുന്ന വലിയ ലോറികൾ, ട്രെയിലർ ലോറികൾ ഇപ്പോൾ നമ്മുടെ ലിങ്ക് റോഡിൻ്റെ ഭാഗത്തേക്ക് പാർക്കിങ്ങിന് വേണ്ടി പോവുകയായിരിക്കും. എന്തോ പുതിയ എക്യുപ്മെൻറ്റ്സ് കൊണ്ടുവന്നിട്ടുണ്ട്. നമ്മുടെ സെക്കൻഡ് ഫേസിൻ്റെ വർക്കുകൾ സ്റ്റാർട്ട് ചെയ്തിട്ടില്ല, ട്രയൽ റണ്ണാണ് നേരത്തെ നടത്തുന്നത്. പോർട്ടിൻ്റെ ഏറ്റവും വലിയ വർക്കായ ബ്രേക്ക് വാട്ടർ ബർത്ത്, യാർഡ് എക്സ്റ്റൻഷൻ, ഈ 3 വർക്കിൻ്റെയും സ്റ്റാർട്ട് ചെയ്തിട്ടില്ല. ട്രയൽ റണ്ണ് ബ്രേക്ക് വാട്ടറിൻ്റെ നടത്തിയിട്ടുണ്ടായിരുന്നു. ആ വർക്ക് ട്രയൽ റൺ നടക്കുന്ന സമയത്ത് ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. വിതിൻ ട്രയൽ റണ്ണാണ്, വർക്ക് സ്റ്റാർട്ട് ചെയ്തിട്ടില്ല എന്ന് തന്നെ പറഞ്ഞ് ഞാൻ വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. തീർച്ചയായിട്ടും സെക്കൻഡ് ഫേസിൻ്റെ വർക്കുകൾ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ പോർട്ട് റിലേറ്റഡ് എല്ലാ വീഡിയോയും നമ്മൾ അപ്ഡേറ്റ് ചെയ്യുന്നതായിരിക്കും. ഇത് നമുക്ക് മുന്നോട്ട് പോകുമ്പോൾ വളരെ ദൂരെയായിട്ട് നമുക്ക് നമ്മുടെ പോർട്ട് കാണാനായി സാധിക്കുന്നതാണ്.
ദ കസ്റ്റംസ് ഓഫീസ് നമുക്ക് ഈ പറയുന്ന പോർട്ട് റോഡിൻ്റെ സൈഡിലായിട്ട്, അതായത് നമ്മുടെ മുന്നിൽ കാണുന്ന ഈ റോഡ് നമ്മുടെ ലിങ്ക് റോഡിൻ്റെയും പോർട്ട് റോഡിൻ്റെയും ഇടയിലായിട്ട് നമുക്ക് കാണാൻ സാധിക്കുന്നത്. നമുക്ക് ആ റോഡ് നമ്മൾ പലപ്പോഴായിട്ട് വീഡിയോയിൽ കണ്ടിട്ടുള്ളതാണ്. ബസ് റൂട്ടാണ്, ബസ് ധാരാളമായി കടന്നു പോകുന്നതാണ്. നമ്മൾ ഈ കാണുന്നത് പൂവാറിലേക്ക് പോകുന്ന റോഡാണ്. അതായത് പൂവാറിൽ നേരെ മുക്കോല വന്ന് വിഴിഞ്ഞം വഴി കോവളം ടു ട്രിവാൻഡ്രം കഴക്കൂട്ടം ഭാഗത്തേക്കും, അതായത് നമ്മുടെ ഈ പറയുന്ന NH-66 കോവളത്തിൽ നിന്ന് പാസ് ചെയ്ത് കയറാം. നമ്മളെ തൊട്ട് മുന്നിലുള്ള ഹൈമാസ് ലൈറ്റ്, ഇത് വളരെ വലിയ പ്രകാശമാണ്. നമ്മൾ ഈ ഹൈമാസ് ലൈറ്റ് ഉൾപ്പെടെ രാത്രിയിൽ വീഡിയോ ഷൂട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. ഇതാണ് നമ്മൾ ഇതുവരെ കടന്നു വന്ന ലിങ്ക് റോഡിൻ്റെ ഡീറ്റെയിൽ വർക്ക് അപ്ഡേഷൻ. എല്ലാവർക്കും കണ്ട് മനസ്സിലാക്കിയ സാധിച്ചു എന്ന് തന്നെയാണ് ഞാൻ വിശ്വസിക്കുന്നത്. ഇനി അടുത്ത ആഴ്ചയിൽ അടുത്ത അപ്ഡേഷൻ കാണും. ഇനി നമുക്ക് അത് മാത്രമല്ല, കുറേ സൈനിങ് ബോർഡുകൾ പുതുതായിട്ട് വന്നിട്ടുണ്ട്, നമ്മൾ കണ്ടില്ല. എനിക്ക് പെഡസ്റ്റിൽ പോകുന്നതിന് വേണ്ടിയുള്ള ഈ സൈൻ ബോർഡൊക്കെ ഇവിടെ വെച്ചിട്ടുണ്ട്. നേരത്തെ ഒന്നും അങ്ങനെ വെച്ചിട്ടില്ലായിരുന്നില്ല. അപ്പോൾ കംപ്ലീറ്റ് ചെയ്യുന്നതിൻ്റെ ഭാഗമായിട്ട് സൈനിങ് ബോർഡുകളെല്ലാം നമുക്ക് ഇവിടെ സൈൻ ബോർഡുകളെല്ലാം നമുക്ക് കാണാൻ സാധിക്കും. കണ്ടോ, ഇതെല്ലാം നമ്മൾ കാണാൻ സാധിക്കും. ഇത് ഫസ്റ്റ് റോഡ് വന്ന് കാണുമ്പോൾ സ്റ്റോപ്പ് എന്ന ബാഡ്ജിങ്, ഇത് വളരെ ഭംഗിയാണ്. ഈ സൈൻ ബോർഡ് ഉൾപ്പെടെ നമുക്കിവിടെ കാണാൻ സാധിക്കും. അത് മാത്രമല്ല തീർച്ചയായിട്ടും ഒരു 9 ബോർഡും കാണാൻ സാധിക്കും. പൂവാറിലേക്ക് 11 കിലോമീറ്റർ, നാഷണൽ ഹൈവേ 1.2 കിലോമീറ്റർ, അദാനി വിഴിഞ്ഞം പോർട്ടിൽ പോകാൻ 0.05 കിലോമീറ്റർ. അതുമാത്രമല്ല ആരോ മാർക്ക് ഉൾപ്പെടെ ഒരു വണ്ടിയുമായിട്ട് റോഡിലേക്ക് പോകുന്നവർക്ക് വ്യക്തമായിട്ട് കാണാൻ പറ്റുന്ന രീതിയിലാണ് അത് ഫിക്സ് ചെയ്തിട്ടുള്ളത്. ഇതാണ് നമ്മുടെ മുന്നിൽ കാണുന്ന ഈ പറയുന്ന വിഴിഞ്ഞം ഇൻ്റർനാഷണൽ സീപോർട്ട് മുതൽ NH-66 വരെയുള്ള ലിങ്ക് റോഡിൻ്റെ ഡീറ്റെയിൽ അപ്ഡേഷൻ എന്ന് പറയുന്നത് നമുക്കിവിടെ കാണാൻ സാധിക്കും. ഫ്രണ്ട്സ്, ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ വീഡിയോ ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അതോടൊപ്പം ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് നമ്മുടെ ഫാമിലി മെമ്പറിൽ ഒരു അംഗമായി കഴിഞ്ഞാൽ ഞാനിടുന്ന ഓരോ വീഡിയോ, അതായത് നമ്മുടെ പോർട്ട് റിലേറ്റഡ് ആയിട്ട് ഇടുന്ന ഓരോ വീഡിയോയും ആദ്യമായിട്ട് നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതായിരിക്കും. Thank you, friends.